നമസ്കാരം. ബിന്ദു, ഐഷ, സിന്ധു, ജൈനമ്മ, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ നിന്ന് പലപ്പോഴായി കാണാതായ ഈ 4 സ്ത്രീകളെ കുറിച്ചുള്ള അന്വേഷണം മുന്നോട്ടു പോകുമ്പോഴും ഇതിനെല്ലാം പിന്നിൽ സെബാസ്റ്റ്യൻ എന്ന 68-കാരനാണെന്ന് ഉറപ്പിക്കാനുള്ള തെളിവുകൾ ഇനിയും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ല. സെബാസ്റ്റ്യന്റെ പള്ളിപ്പുറത്തെ വീട്ടുവളപ്പിൽ നിന്ന് കിട്ടിയ അസ്ഥികഷ്ണങ്ങളുടെ ശാസ്ത്രീയ പരിശോധനാ ഫലത്തിന് കാത്തിരിക്കുന്ന പോലീസ് അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടന്നു കഴിഞ്ഞു. മൗനവും ചിരിയും കൊണ്ട് ചോദ്യം ചെയ്യലിനോട് നിസ്സഹകരിക്കുന്ന സെബാസ്റ്റ്യനെ ഭാര്യയ്ക്കൊപ്പം ഇരുത്തി ചോദ്യം ചെയ്ത് അന്വേഷണം കൂടുതൽ ശാസ്ത്രീയമാക്കാനാണ് തീരുമാനം. വിവരങ്ങളെല്ലാം ഉണ്ട്, പക്ഷേ തെളിവുകൾ കൂട്ടിയോജിപ്പിച്ച് അവതരിപ്പിക്കാൻ കഴിയാത്ത സങ്കീർണതകളിലേക്ക് ചേർത്തല തിരോധാന കൊലകളുടെ അന്വേഷണം നീങ്ങുകയാണോ? ദൃശ്യമാകുമോ ഒടുവിൽ ആ തെളിവുകൾ? എൻകൗണ്ടർ പരിശോധിക്കുന്നു. പ്രേക്ഷകർക്ക് സ്വാഗതം. പുതിയ വഴിത്തിരിവിൽ എത്തി നിൽക്കുന്ന ചേർത്തലയിലെ 4 തിരോധാന കേസുകളിന്മേൽ നടക്കുന്ന അന്വേഷണം ഇനി കടക്കാൻ പോകുന്നത് ഏത് ഘട്ടത്തിലേക്കാണ്? എന്താണ് അന്വേഷണ സംഘം നേരിടുന്ന പ്രധാനപ്പെട്ട പരിമിതികളും വെല്ലുവിളികളും? എങ്ങനെയാണ് സെബാസ്റ്റ്യനാണോ ഈ തിരോധാനത്തിനും കൊലകൾ നടന്നിട്ടുണ്ടെങ്കിൽ കൊലപാതകത്തിനും പിന്നിൽ പ്രവർത്തിച്ചതെന്ന് അന്വേഷണ സംഘം തെളിയിക്കാൻ പോകുന്നത് ഇനി എങ്ങനെയാണ്? ആരെയൊക്കെ കേന്ദ്രീകരിച്ചായിരിക്കും ഇനി അന്വേഷണം മുന്നോട്ട് പോവുക? ഈ കാണാതായ 4 പേരുടെയും ബന്ധുക്കൾക്ക് ഈ അന്വേഷണം മുന്നോട്ട് പോകുന്നതുമായി ബന്ധപ്പെട്ട നടക്കുന്ന കാര്യങ്ങളിൽ എങ്ങനെയാണ് അവരെ സഹായിക്കാൻ കഴിയുക? ആരെയൊക്കെ കേന്ദ്രീകരിച്ചായിരിക്കും ഇനി തുടരന്വേഷണങ്ങളും പരിശോധനകളും നടത്താൻ പോകുന്നത്? ഈ കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ട ഘട്ടമാണ്. കാരണം 4 സ്ത്രീകളുടെ തിരോധാനം, ആ തിരോധാനത്തിനൊടുവിൽ നടന്നത് കൊലപാതകമാണെന്ന സംശയം, അതെല്ലാം സെബാസ്റ്റ്യൻ എന്ന ഒറ്റ വ്യക്തിയിലേക്ക് അതിൻ്റെ അന്വേഷണം കേന്ദ്രീകരിക്കപ്പെടുമ്പോൾ കേരളത്തെ സംബന്ധിച്ച് ഒരുപക്ഷെ വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ ഇനിയും പുറത്തു വരാനിരിക്കുന്നു. ഭയം, ആകാംക്ഷയും നിറഞ്ഞ കാത്തിരിപ്പിലാണ് കേരളത്തിൻ്റെ സാധാരണ പൊതുസമൂഹമുള്ളത്. ഇന്ന് ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ അതിഥികളായി നമ്മളോടൊപ്പം ഉള്ളത് റിട്ടയർഡ് എസ് പി ശ്രീ ജോർജ് ജോസഫ്, ഫോറൻസിക് സർജൻ, മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് സർജനായ ഡോക്ടർ ഹിതേഷ് ശങ്കർ. അദ്ദേഹം എങ്ങനെയാണ് ഈ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന തെളിവുകൾ ഈ കേസ് അന്വേഷണത്തിൽ നിർണായകമായി മാറാൻ പോകുന്നത് എന്ന കാര്യം അദ്ദേഹം നമ്മളുമായി പങ്കുവയ്ക്കും. ഡോക്ടർ മോഹൻ റോയ്, മാനസികാരോഗ്യ വിദഗ്ധൻ, എന്നീ ചർച്ചയിൽ പങ്കെടുക്കാനുണ്ട്. അദ്ദേഹം ഈ ചർച്ചയുടെ ഭാഗമാകുന്നത് സെബാസ്റ്റ്യൻ ആണ് ഈ കൊലപാതകത്തിന് പിന്നിലെങ്കിൽ ഏത് മാനസികാവസ്ഥയിൽ നിന്നുകൊണ്ടായിരിക്കും ഇത്തരമൊരു സീരിയൽ കൊലപാതകം സെബാസ്റ്റ്യനെ പോലെ ഒരാൾ നടത്തിയിട്ടുണ്ടാവുക എന്നാണ് ഡോക്ടർ മോഹൻ റോയ് വിശകലനം ചെയ്യാൻ പോകുന്നത്. രൂപേഷ്, ബിന്ദു ആക്ഷൻ കൗൺസിലിലെ രൂപേഷ് ഇന്ന് നമ്മളോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കാനുണ്ട്. അതിഥികളിലേക്ക് നമ്മൾ പോകുന്നതിന് മുൻപ് നമുക്ക് എന്താണ് ഇപ്പോൾ നടക്കുന്ന അന്വേഷണം, എന്തൊക്കെ തെളിവുകളാണ് പോലീസിന് ഇതുവരെ ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്, ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് പോലീസിന്റെ അന്വേഷണം ഇനി ഏത് ദിശയിലേക്കാണ് മാറാൻ പോകുന്നത് എന്ന കാര്യങ്ങൾ ഞങ്ങളുടെ പ്രതിനിധികൾ വിശദമായി പരിശോധിക്കും. ആ വിവരങ്ങളിലേക്കും ആ റിപ്പോർട്ടുകളിലേക്കുമാണ് നമ്മൾ ആദ്യം കടക്കുക. ക്രൈം സീനിൽ നിന്ന് 24-ന്റെ റിപ്പോർട്ടർമാർ നമുക്കൊപ്പം ചേരും. സെബാസ്റ്റ്യൻ ഒരു സീരിയൽ കില്ലറാണോ? സെബാസ്റ്റ്യൻ ഒരു മനോരോഗിയാണോ? സെബാസ്റ്റ്യൻ പണത്തിനു വേണ്ടി സാധാരണക്കാരായ സമ്പന്നരും എന്നാൽ ഒറ്റയ്ക്ക് കഴിയുന്നവരുമായ സ്ത്രീകളെ വലയിലാക്കി അവരിൽ നിന്ന് പണം തട്ടിയെടുത്ത ശേഷം ഓരോരുത്തരെയായി ഇല്ലാതാക്കിയ, വകവരുത്തിയ ഒരു കൊലയാളിയാണോ? അങ്ങനെയാണെങ്കിൽ സെബാസ്റ്റ്യൻ ഈ സമൂഹത്തിൽ മറഞ്ഞിരുന്ന ഒരു കുറ്റവാളിയാണെന്ന് നമുക്ക് പറയാൻ കഴിയുമോ? സെബാസ്റ്റ്യനെ സംബന്ധിച്ച് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിലുള്ള സെബാസ്റ്റ്യനെ സംബന്ധിച്ച് പലതരത്തിലുള്ള അഭ്യൂഹങ്ങൾ, പലതരത്തിലുള്ള സംശയങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഈ കൊലപാതകങ്ങൾ, ഇത് കൊലപാതകമാണോ, ഈ കൊലപാതകങ്ങൾ സെബാസ്റ്റ്യൻ നടത്തിയതാണോ എന്ന കാര്യങ്ങളൊക്കെ സംശയാതീതമായി തെളിയിക്കപ്പെടേണ്ടതാണ്. പക്ഷേ അതിലേക്കൊക്കെ വിരൽ ചൂണ്ടുന്ന പല പ്രധാനപ്പെട്ട സാഹചര്യ തെളിവുകളും അന്വേഷണ സംഘത്തിൻ്റെ കയ്യിൽ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സെബാസ്റ്റ്യൻ അങ്ങനെ സ്ത്രീകളെ കേന്ദ്രീകരിച്ച് അവരെ പാട്ടിലാക്കി അവരുടെ സ്വത്ത് തട്ടിയെടുത്ത ശേഷം കൊല ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ കഴിഞ്ഞ 17 വർഷമായി സെബാസ്റ്റ്യൻ്റെ ഭാര്യയായി നിൽക്കുന്ന സ്ത്രീക്ക് എന്താണ് സെബാസ്റ്റ്യനെ കുറിച്ച് പറയാനുള്ളത്? സെബാസ്റ്റ്യൻ ഏത് സ്വഭാവത്തിലുള്ള ആളാണ് എന്നാണ് 17 വർഷമായി സെബാസ്റ്റ്യനൊപ്പം കഴിയുന്ന ഒരു സ്ത്രീക്ക് പറയാനുള്ളത് എന്ന് നോക്കാം. 24 ആദ്യമായി സെബാസ്റ്റ്യൻ്റെ ഭാര്യയുടെ വെളിപ്പെടുത്തൽ
പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. റാഫി കരീം ഞങ്ങളുടെ പ്രതിനിധിയാണ് സെബാസ്റ്റ്യന്റെ ഭാര്യയുമായി സംസാരിച്ചിട്ടുള്ളത്. എന്താണ് സെബാസ്റ്റ്യന്റെ ഭാര്യയ്ക്ക് പറയാനുള്ളത് എന്ന് കേട്ട ശേഷം നമുക്ക് വിശദമായ റിപ്പോർട്ടുകളിലേക്ക് പോകാം. ചേച്ചി, എന്നാണ് സെബാസ്റ്റ്യനുമായുള്ള വിവാഹം നടന്നത്? 2008. ഈ സെബാസ്റ്റ്യൻ ഇപ്പോൾ വാർത്തകളിൽ കാണുന്നത് പോലെയുള്ളൊരു ആളാണോ? കുടുംബത്തിലൊക്കെ എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്? വളരെ സ്നേഹമുള്ള ഒരു വ്യക്തിയായിരുന്നു, എന്നോടും കുഞ്ഞിനോടും എല്ലാവരോടും. ഈ പെരുമാറ്റത്തിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നോ? ഇല്ല, ഒരു പ്രശ്നവുമില്ല. പുള്ളി നല്ല കൂളായിട്ടാണ് എപ്പോഴും നടക്കുന്നു എടുക്കുന്നു. 2008 മുതൽ ചേച്ചിക്ക് അറിയാം, ചേച്ചിയോടൊപ്പം ഉണ്ടായിരുന്ന ആളാണ്. ഇപ്പോൾ ഈ പറയുന്ന സംഭവങ്ങളെല്ലാം ഈ കാലയളവിലാണ് ഉണ്ടായത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നൊരു ആ രീതിയിലുള്ള പെരുമാറ്റത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ തോന്നിയിട്ടുണ്ടോ? ഇല്ല, ഒന്നും തോന്നിയിട്ടില്ല. ചേച്ചിക്ക് എന്താണ് കൂടുതലായി പറയാനുള്ളത് സെബാസ്റ്റ്യനെ കുറിച്ച്? സെബാസ്റ്റ്യനെ കുറിച്ച് പറയാനുള്ളത്, സെബാസ്റ്റ്യൻ ഒരു സാധുവായിട്ടുള്ള ഒരു വ്യക്തിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നോട് അങ്ങനെയായിരുന്നു ഇത്രയും കാലം. ഇനി പിന്നീടുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല. ആൾക്ക് ചെറിയ ശാരീരികമായ ബുദ്ധിമുട്ടൊക്കെ ഉള്ള ഒരാളാണ്. പിന്നെ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? കാലാണെങ്കിൽ പഴുത്തെപ്പോഴും ചെയ്യാതെ ഇൻഫെക്ഷൻ ആകും, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, ഷുഗർ താന്ന് പോകും. ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരിയും ബുദ്ധിമുട്ടുകളുള്ള ഒരു വ്യക്തിയാണ്. അങ്ങനെയുള്ള ഒരാൾ ഇങ്ങനെ ഒരു ഇതിന് പോകുന്ന നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. പിന്നെ ഇവര് ഇങ്ങനെ പറയുന്നത് നമ്മളത് വിശ്വസിച്ചിട്ടില്ല ഞാനിപ്പോഴും. ഇനി എനിക്കറിയില്ല എന്താന്നുള്ളത്. ചേച്ചി, ഈ പറഞ്ഞ ജൈനമ്മ, ഐഷ, സിന്ധു, ഇവരെയൊക്കെ ബിന്ദു, ഇവരെയൊക്കെ ചേച്ചിയുടെ അറിയോ? പേര് കേട്ടിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ബിന്ദുവിന്റെ പേര് ഞാൻ കേട്ടിട്ടുണ്ട്, ഇവരുടെ ആരുടെയും പേര് ഞാൻ കേട്ടിട്ടില്ല. ബിന്ദുവിന്റെ പേര് എങ്ങനെയാ കേട്ടത്? ബിന്ദുവിന്റെ പേര് കേട്ടത് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ കെട്ടിച്ചെല്ലുമ്പോൾ ഞാൻ കല്യാണം കഴിച്ച് ചെല്ലുമ്പോൾ ഇങ്ങനെ ഈ എറണാകുളത്ത് ബിന്ദുവിനോട് മേടിച്ച ഒരു വസ്തുവാണെന്നാണ് എന്നോട് പറഞ്ഞു തന്നത്. പിന്നെ ഈ കേസ് വന്നപ്പോൾ നമ്മൾ ബിന്ദു പത്മനാഭന്റെ ഇത് എല്ലാം നമുക്ക് കേൾക്കാൻ പറ്റി. അതല്ലാതെ ബാക്കിയുള്ള പേരുകളൊന്നും സെബാസ്റ്റ്യൻ പറയുകയോ കേൾക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ചേച്ചി? ഇല്ല. ഈ പോലീസ് ചേച്ചിയുടെ എന്തെങ്കിലും അന്വേഷണവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ടോ? എന്നാ പറഞ്ഞിട്ടുണ്ടോന്ന്? അന്വേഷണത്തിനുമായി മൊഴിയെടുക്കുകയോ അല്ലെങ്കിൽ ചേച്ചിയുടെ അടുത്ത് എടുത്തായിരുന്നു. ഇനിയിപ്പോ അങ്ങോട്ട് വിളിക്കുമെന്നാണ് അവര് പറഞ്ഞിരിക്കുന്നത്, ക്രൈംബ്രാഞ്ചിലേക്ക്. ചേച്ചി, മറ്റു ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ആരെങ്കിലും ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടോ? എനിക്കോ? ഇല്ല, വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. ഈ പറഞ്ഞ സ്വർണവുമായി ബന്ധപ്പെട്ടൊക്കെ കുറെ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. ഇതിലൊക്കെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ പറയാൻ? അറിയത്തില്ല, ഒന്നും എനിക്കറിയത്തില്ല. സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളാണ് സെബാസ്റ്റ്യൻ? സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട് പുള്ളിക്ക്, അല്ലാതെ എപ്പോഴും പൈസ ഇങ്ങനെ ഉള്ള ഒരാളല്ല. ഇപ്പം വളരെ സാമ്പത്തികമായിട്ട് ഞങ്ങളും ബുദ്ധിമുട്ടില്ല. വലിയ തുകയുടെ ബാങ്ക് ബാലൻസ് ഉണ്ടെന്നൊക്കെയാണ് ആളുകൾ പറയുന്നത്. വെറുതെ പറയുന്നതായിരിക്കും, അത് എനിക്കറിയില്ല. എന്താണ് ശരിക്കും സെബാസ്റ്റ്യന് ജോലി ഉണ്ടായിരുന്നത്? സെബാസ്റ്റ്യന്റെ ജോലി വസ്തുവിന്റെ ഇടപാടാ, ബിസിനസ്സാ. ഒരു സീരിയൽ കില്ലർ എന്ന് നമ്മൾ സംശയിക്കുന്ന സെബാസ്റ്റ്യന്റെ ഭാര്യ ഞങ്ങളുടെ പ്രതിനിധി റാഫി കരീമുമായി സംസാരിച്ചതാണ് നമ്മൾ കണ്ടത്. ഇതാദ്യമായാണ് സെബാസ്റ്റ്യന്റെ ഭാര്യയുടെ ഒരു ഭാഗം നമ്മൾ കേൾക്കുന്നത്. 17 വർഷമായി സെബാസ്റ്റ്യനൊപ്പം ജീവിക്കാൻ തുടങ്ങിയിട്ട് വളരെ സാധാരണക്കാരനായ മനുഷ്യൻ, തന്നോടും കുഞ്ഞുങ്ങളോടും സ്നേഹമുള്ള ഭർത്താവ്, അതോടൊപ്പം തന്നെ സാമ്പത്തിക പ്രയാസങ്ങൾ അനുഭവിച്ച വ്യക്തി, ശാരീരികമായ അവശതകൾ അനുഭവിക്കുന്ന വ്യക്തി. ഇതാണ് സെബാസ്റ്റ്യന്റെ ഭാര്യ ഞങ്ങളുടെ പ്രതിനിധി റാഫി കരീമിനോട് പറഞ്ഞ കാര്യങ്ങളുടെ രത്ന ചുരുക്കം. ഞാൻ ജോർജ് ജോസഫ് സാറിൽ നിന്ന് ഈ ചർച്ച തുടങ്ങാൻ ആഗ്രഹിക്കുകയാണ്. ജോർജ് ജോസഫ് സാർ, സ്ത്രീകളെ വശീകരിച്ച്, അതായത് ഒറ്റയ്ക്ക് നിൽക്കുന്ന സ്ത്രീകളെ, കുടുംബമില്ലാതെ കഴിയുന്ന അല്ലെങ്കിൽ ഭർത്താവുമായി അകന്ന് കഴിയുന്ന ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീകളെ വശീകരിച്ച് അവരിൽ നിന്ന് സ്വർണവും സ്വത്തുമൊക്കെ തട്ടിയെടുത്ത് അവരെ കൊല ചെയ്യുന്ന നിഷ്ഠൂരനായ വ്യക്തി. അങ്ങനെയാണ് സെബാസ്റ്റ്യനെ കുറിച്ച് ഇതുവരെ കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് പുറത്തു വരുന്ന ഒരു ചിത്രം. 17 വർഷമായി സെബാസ്റ്റ്യന്റെ കൂടെ കഴിയുന്ന ഭാര്യ പറയുന്നു, ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത മനുഷ്യനാണ് സെബാസ്റ്റ്യൻ എന്ന്. അയാൾക്ക് സമൂഹത്തിനിടയിലും വലിയ മാന്യൻ എന്ന നിലയിലുള്ള ഒരു പ്രതിച്ഛായയാണുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഈ ഭാര്യ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ജോർജ് ജോസഫ് സാർ? അതിനോടൊപ്പം തന്നെ സെബാസ്റ്റ്യൻ ഇതുവരെ ചോദ്യം ചെയ്യലിനോട് പൂർണ്ണമായും സഹകരിച്ചിട്ടില്ല എന്നാണല്ലോ പുറത്തു വരുന്ന വിവരം. എന്തെങ്കിലും ചോദിക്കുമ്പോൾ ഒന്നെങ്കിലും മിണ്ടാതിരിക്കും, അതല്ലെങ്കിൽ ചിരിക്കും എന്നതിനപ്പുറത്ത് കാര്യമായി ഇവർക്ക് ഈ തിരോധാനം സംബന്ധിച്ച് എന്തെങ്കിലും ഒരു വിവരം അയാൾ ഇതുവരെ വിട്ടുപറഞ്ഞിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ശാസ്ത്രീയമായ ചോദ്യം ചെയ്യലിലേക്ക് കടക്കാൻ പോവുകയാണ് അന്വേഷണ സംഘം. ഭാര്യയും ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യലിന് വേണ്ടി വിളിപ്പിച്ചിട്ടുണ്ട്. ആ സമയത്താണ് തൻ്റെ ഭർത്താവ് നിരപരാധിയാണെന്നും ആളുകൾ വെറുതെ പറയുന്നതാണെന്നും അയാൾക്ക് സാമ്പത്തിക പ്രയാസങ്ങളുണ്ടെന്നും അയാൾക്ക് ശാരീരിക അവശതകളുണ്ടെന്നും ഭാര്യ പറയുന്നത്. ഇതിനെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കണം ജോർജ് ജോസഫ് സാർ?
അല്ല, ഇത് വളരെ വിചിത്രമായ ഒരു കേസ് തന്നെയാണ്. നമുക്ക് ഇയാൾ നാട്ടിലുള്ളവർ വളരെ സ്വാത്വികനാണ്. ഭാര്യയുടെ മുമ്പിൽ ഭാര്യയ്ക്ക് ഒരു സംശയം ഇന്ന് വരെ തോന്നാത്ത രീതിയിലുള്ള ഓപ്പറേഷൻസാണ്. ഭാര്യയെ വളരെ ഇയാളുടെ അവശ നിലയിൽ ആണ് ഇപ്പം. അദ്ദേഹത്തിന് കാലിന് വ്രണങ്ങളുണ്ട്. അയാളെ ഒരു പേഷ്യൻ്റാണ്. ഇവർ ആശുപത്രിയിൽ കൊണ്ടുപോകും. അങ്ങനെയൊക്കെയുള്ള ഒരു അസുഖബാധിതനാണ് ഇപ്പോൾ ഈ 68ാമത്തെ വയസ്സിൽ. അപ്പോൾ 17 വർഷം മുമ്പാണ് കല്യാണം കഴിച്ചത്, 51ാമത്തെ വയസ്സിൽ. 51ാമത്തെ വയസ്സിന് മുമ്പുള്ള ചരിത്രം നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ. അത് നാട്ടിലും അത് അതിനെപ്പറ്റി ആരും ചർച്ച ചെയ്യുന്നുമില്ല. പക്ഷേ ഇയാൾക്ക് ഈ 4 പേരെ അവിടെ കൊണ്ടുവന്ന് കൊലപ്പെടുത്താനുള്ള സൗകര്യം ഇയാളെ ചേർത്തലയിൽ ഇയാളുടെ വീട്ടിലുണ്ട്. കാരണം 2.5 ഏക്കർ സ്ഥലവും വീടുമുണ്ട്. അവിടെ ഭാര്യ അവിടെ അല്ല താമസിക്കുന്നത്. 17 വർഷം ഇടയ്ക്കിടയ്ക്ക് അവിടെ പോയി വരും. ഇപ്പോൾ ഈ ഭാര്യ താമസിക്കുന്ന സ്വന്തം വീട്ടിലാണ്. അയാൾ നാട്ടിലും അല്ല അതിരമ്പുഴയിലും ഒരു വീട് വാങ്ങിച്ച് വെച്ചിട്ടുണ്ടോ നമുക്ക് അറിഞ്ഞൂടാ. അതേപ്പറ്റിയൊന്നും ഇതാരും പറയുന്നത് ഞാൻ കേട്ടില്ല. അവിടെ ഭാര്യ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്നു പോകുന്ന ഒരു സ്ത്രീയാണ്. 2.5 ഏക്കർ സ്ഥലവും ആ വീടും ഇയാളുടെ കസ്റ്റഡിയിൽ ഒരു മനുഷ്യൻ നോക്കാതെ. അതിനടുത്ത് അയൽവക്കമൊക്കെ വളരെ കുറവാണ്. അപ്പോൾ അങ്ങനെ ഇയാൾക്ക് ഒരു ക്രൈം ചെയ്യാനുള്ള ഒരു അന്തരീക്ഷം ഇയാളുടെ കയ്യിലുണ്ട്. അത് തന്നെയല്ല, ഇയാൾക്ക് ഇതിന് ഭാര്യയ്ക്ക് ഇയാളുടെ മൂവ്മെൻ്റ് ഒന്നും അറിയത്തില്ല, സാമ്പത്തികമായ ഞെരുക്കമുണ്ട് എന്ന് ഇപ്പോഴും അവർ പറയുന്നത് കേട്ടു. അതേസമയത്ത് ബാങ്കിൽ 2 കോടി രൂപ എടുത്ത് കിടപ്പുണ്ട്. ഒരു ബാങ്കിൽ 1,60,00,000 ഒന്ന് 1,40,000. ഇത് ഇയാൾ വളരെ സൈലൻ്റാണ്. ഇയാൾ ഇങ്ങനെ ഒന്നും ചെയ്യില്ല എന്ന് ഭാര്യയ്ക്കും മക്കൾക്കും ബോധ്യമുണ്ട്. നല്ല കാര്യം, അങ്ങനെ നിൽക്കട്ടെ. പക്ഷേ ഇയാൾ ഈ വഴിവിട്ട സഞ്ചാരം ഭാര്യയ്ക്ക് അറിയില്ല. അതേസമയത്ത് ഭാര്യ വീടിന് അടുത്തുള്ള ബിന്ദുവിനെ ഇയാൾ എന്തിനാണ് കൊന്നത്? കാരണം ഇയാൾക്ക് ബാങ്കിൽ ഏകദേശം 2 കോടി രൂപ കിടപ്പുണ്ട്. അവരുടെ ദേഹത്തുണ്ടായിരുന്ന ആ ആഭരണങ്ങൾ, വളകൾ, മാല, സ്വർണ്ണമാല, കമ്മൽ, അത് കൊന്നിട്ട് ഇയാൾ കൊണ്ടുപോയി വിറ്റിട്ടുണ്ട്. അത് പോലീസ് കണ്ടെത്തിയിട്ട്, കോട്ടയം ക്രൈം ബ്രാഞ്ച് അത് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അത്രയും പണമുള്ള ഒരാൾ വീണ്ടും എന്തിനാണ് കൊല്ലുന്നത്? ഒരു പ്രസക്തമായ ചോദ്യമാണ് അത് ഞാൻ വെക്കുന്നത്. കാരണം അതിൻ്റെ ഒരു ആവശ്യം അയക്കില്ല. സുഖമായിട്ട് കഴിയാം, കുടുംബമായിട്ട് കഴിയാനുള്ള വസ്തു കയ്യിലുണ്ട്. അപ്പോൾ ഇയാൾ ചെയ്യുന്ന പ്രവൃത്തി എന്തുകൊണ്ടാണ് ഇത്ര ഗോപ്യമായിട്ട് ചെയ്തിട്ട് മിണ്ടാതെ ഇരിക്കുന്ന കണ്ടില്ലേ? അപ്പം 4 പേര് അപ്രത്യക്ഷമായത് ഇയാളുടെ വീടിൻ്റെ കോമ്പൗണ്ടിൽ തന്നെ. അതിന് യാതൊരു സംശയമില്ല. ഇപ്പോൾ ജൈനമ്മയെ സംബന്ധിച്ചിടത്തോളം അവിടെയാണെന്ന് ഇപ്പം കൃത്യമായി. കാരണം ഒരു മൊബൈൽ കോളിൻ്റെ ഫോണ് ഏറ്റവും ജൈനമ്മയുടെ ലാസ്റ്റ് ഇയാളുടെ ആ വീടിൻ്റെ ആ ലൊക്കേഷനാണ്. അപ്പോൾ അത് തന്നെയല്ല, അവരുമായിട്ട് അടുപ്പമുണ്ട്. അപ്പോൾ ഇത്രയും പണമുള്ള ഒരാൾ അവരെ കൊല്ലേണ്ട ഒരാവശ്യമില്ല. പിന്നെ കൊല്ലുന്നത് എന്തിന്? ആ കൊല്ലുന്ന രീതി വ്യത്യാസമാണ്. കാരണം വീട്ടിൽ അവിടെ വന്നു കയറുന്നവരെ കൊന്ന് കഷ്ണമാക്കി മാറ്റി അയാളെ അവിടുത്തെ വീടിൻ്റെ കോമ്പൗണ്ടിലുള്ള 3 കുളത്തിനകത്ത് നിക്ഷേപിക്കുന്നു. മറ്റ് അതാണ് ആ കുളത്തിൽ ഈ ഹ്യൂമൻ ഫ്ലഷ് കഴിക്കുന്ന ഫിഷിനെ വളർത്തുന്നുണ്ടോ എന്നൊക്കെ നാട്ടുകാർ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങതാണ് അയാൾ. അപ്പോൾ അത്ര ക്രൂരനായ മനുഷ്യനെ കൊല്ലുന്നതിൽ രസം കാണുന്ന അങ്ങനെയുള്ളൊരു മനോരോഗി തന്നെ ഇയാൾ. അത് എന്തിനാണ് ആ കൊല്ലുന്നതിൽ രസം കാണുന്നതെന്നാണ് എനിക്കിപ്പം തോന്നുന്നത്. കാരണം അത് നമ്മൾ അവിടുന്ന് കണ്ടെടുത്ത ഏകദേശം ആദ്യം 28-ാം തീയതി കണ്ടെടുത്ത ഒരു 15-16 എല്ലും കഷ്ണമുണ്ട്. അതിനുശേഷം ഇപ്പോഴേ ഒരു 6 എല്ലും കഷ്ണം കൂടെ രണ്ടാമത് ഇപ്പോൾ എടുത്തിട്ടുണ്ട് കോട്ടയം ക്രൈം ബ്രാഞ്ച്. അപ്പോൾ ഏകദേശം 22ഓളം എല്ലും കഷ്ണമുണ്ട്. അതിനകത്ത് ഒരു പല്ലിന് അത് അവിടുത്തെ കടാവർസ് ഡോഗാണ് കണ്ടുപിടിച്ചെന്ന ഒരു പല്ല് കെട്ടിയ ഒരു വെപ്പ് പല്ലും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ജയിലമ്മയ്ക്ക് ആ വെപ്പ് പല്ല് ഇല്ല. പിന്നെ ആർക്കാണോ ഉള്ളത് അതേപ്പറ്റി ഇപ്പം ഏതായാലും അന്വേഷണം നടക്കണ്ടേ. അത് വേറൊരാൾ വന്നിരിക്കുന്നു അവിടെ. നമുക്ക് ഇയാളുടെ കുറ്റസമ്മതമൊന്നും വേണ്ടെന്നാണ് ഞാൻ പറയുന്നത്. നമുക്ക് എവിഡൻസ് മതിയല്ലോ. അയാൾക്ക് സംസാരിക്കാൻ കഴിയില്ല, അയാൾ സംസാരിക്കത്തുമില്ല, ഡിസ്ക്ലോസ് ചെയ്ത് ഞാൻ പ്രതീക്ഷിക്കുന്നുമില്ല. കാരണം അയാൾ ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത്രയും വലിയ ഇയാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറ്റകൃത്യങ്ങൾ കണ്ടെത്തുമെന്ന്. ഇയാളുടെ ചൈൽഡ്ഹുഡാണ് പരിശോധിക്കേണ്ടത്. പോലീസ് അതിലോട്ട് നീങ്ങണം. കാരണം ഇപ്പം നമുക്ക് 4 കൊലക്കേസിനകത്ത് നമ്മൾ ഇയാളെ അതിനുള്ള എവിഡൻസ് കളക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സിലാണ്. 51 വയസ്സിന് മുമ്പത്തെ ഇയാളുടെ ചരിത്രം നോക്കണം. ഇയാൾ 6 അംഗങ്ങളുള്ള വീട്ടിലെ ഒരാളാണ്. അതിലെ മൂത്തത് 3 സ്ത്രീകളാണ്, ഇയാളുടെ ചേച്ചിമാരാണ്. പിന്നെ ഇയാളുടെ ഒരു ബ്രദർ നേരത്തെ മരിച്ചു പോയിട്ടുണ്ട്. പിന്നെ ഒരാളിപ്പോൾ ഓസ്ട്രേലിയയിലുണ്ട്. അപ്പോൾ ഇയാൾ ലേറ്റ് മാരേജാണ്, 51 വയസ്സിന് ശേഷം. 51 വയസ്സ് വരെ
ഇയാൾ എന്താണ്, ഇയാൾ എവിടെ വരെ പഠിച്ചിട്ടുണ്ട് നമുക്ക് അറിഞ്ഞൂടാ. എന്തായിരുന്നു ഇയാളുടെ ജോലി? സ്ഥലക്കച്ചവടം, ഭാര്യ വന്ന ശേഷമുള്ള സ്ഥലക്കച്ചവടമാണ്, അത് അടുത്ത കാലത്താണ്. അതിന് മുമ്പ് ഇയാളെ തീർച്ചയായിട്ടും പഠിക്കേണ്ടിയിരിക്കുന്നു. അല്ല ജോർജ് ജോസഫ് സാർ, കാരണം ഈ സെബാസ്റ്റിന്റെ അയൽവാസിയായിരുന്ന സെബാസ്റ്റിന്റെ ഒരു ബാല്യകാലം മുതൽ അറിയാവുന്ന ഒരു വ്യക്തി ഇതിനു മുൻപ് എൻകൗണ്ടറിൽ അതിഥിയായി വന്നിരുന്നു. എനിക്ക് തോന്നുന്നു അന്ന് ജോർജ് ജോസഫ് സാറ് ഇല്ലാത്തൊരു ചർച്ചയായിരുന്നു. അന്ന് അദ്ദേഹം പറഞ്ഞത് ഇയാൾ ചെറിയ തരികിടയൊക്കെ ചെറുപ്പം മുതലേ കാണിച്ചിരുന്നു. അതിനുശേഷം പിന്നീട് ഒരു ബസ്സിൻ്റെ ഡ്രൈവറും കണ്ടക്ടറും ഒക്കെ ആയിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് സ്ഥലക്കച്ചവടത്തിലേക്കുമൊക്കെ പോകുന്നതും പിന്നീട് വളരെ പെട്ടെന്ന് ഇയാൾക്ക് പൈസ വന്നു ചേരുന്നതാണ് ഇവർ കണ്ടത്. അപ്പോൾ ഒരു ഫ്രോഡ് എന്ന നിലയിൽ, അല്ലെങ്കിൽ ആ തരത്തിൽ തട്ടിപ്പുകൾ നടത്തിയ ഒരാൾ എന്ന നിലയിൽ അവരൊന്നും അധികം ഇയാളെ അടുപ്പിച്ചിരുന്നില്ല. പിന്നെ വലിയ സൗഹൃദമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് ബാല്യകാലം മുതൽ ഈ സെബാസ്റ്റിനെ അറിയാവുന്ന അദ്ദേഹത്തിൻ്റെ അയൽവാസിയായ ഒരു വ്യക്തി എൻകൗണ്ടറിൽ വന്നപ്പോൾ പറഞ്ഞു. അതാണ് ബാല്യകാലത്തെക്കുറിച്ച് ആകെ നമ്മുടെ കയ്യിലുള്ള വിവരം. ഞാൻ ഇത് പറയുന്ന വേറെ ഉദ്ദേശം വെച്ചിട്ട് തന്നെയാണ്. ഇയാൾ ആരാണ്? കാരണം മോഷണ സ്വഭാവം ഇയാൾക്കുണ്ട്. കാരണം ഇത്രയും പൈസ ബാങ്കിൽ കിടന്നിട്ടും ആ ജയനമ്മയെ അവിടുന്ന് തട്ടിക്കൊണ്ട് വന്ന് കൊന്നു അവരുടെ സ്വർണ്ണം എടുത്തവനാണ്. അതെന്തിനാണ് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ കൊല്ലാനുള്ള ഒരു വാഞ്ചന, ഒരു കില്ലിങ് സ്പിരിറ്റ് അയാളുടെ ബ്ലഡിലുണ്ട്. ഇയാൾ ഇവരെ എന്തിനാണ് കൊന്നിട്ട് അതിൻ്റെ എവിഡൻസ് നശിപ്പിക്കുന്നത് നമ്മൾ കണ്ടല്ലോ. വെട്ടി നുറുക്കുകയല്ലേ ഇയാൾ ചെയ്യുന്നത്. ആ എല്ലും കഷ്ണം കോടതിയിൽ ഇനി ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റ് പരിശോധിക്കണം. അത് നാച്ചുറലായിട്ട് നമ്മൾ DK ചെയ്ത് പോകുമ്പോൾ ലഭിക്കുന്ന രീതിയിലുള്ള എല്ലും കഷ്ണമാണോ അതോ വെട്ടിമുറിച്ച എല്ലും കഷ്ണമാണോ? വെട്ടിമുറിക്കുന്നുണ്ടെങ്കിൽ മനുഷ്യ ശരീരമല്ലേ വെട്ടുന്നത്. അപ്പോൾ അയാൾ ഒരു ബിച്ചറിക്കാരനും ഇറച്ചിക്കടക്കാരനെ പോലെയാണോ? അത് എന്തിന് ചെയ്യുന്നു? അത് നമ്മൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അത് ഒരു മനോരോഗം തന്നെ. കാരണം ഒരാൾ വളച്ചു കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് അവരെ കൊല്ലുന്ന ഏത് രീതിയിലാണ് അതൊന്നും വെളിയിലോട്ട് വന്നിട്ടില്ല. ഇയാൾ കൺഫസ് ചെയ്യത്തില്ല, അതെനിക്കറിയാം. കൺഫസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഏതെങ്കിലും ഒരു കേസ് കൺഫസ് ചെയ്തതിന് തുടരെ ബാക്കിയുള്ളതിന് മുഴുവൻ സമാധാനം പറയേണ്ടി വരും. ഇത്രയും നാളും ഇയാളെ മനുഷ്യർ, അവിടെയുള്ള നാട്ടുകാരോ അല്ലെ വീട്ടുകാരോ ആരും മനസ്സിലാക്കിയിട്ടില്ല. ഇതേ രീതിയിലുള്ള ഒരു ക്രിമിനലിനെ അവൻ്റെ മരണം വരെ കൺഫസ് ചെയ്യുമെന്ന് ഞാൻ കരുതുന്നുമില്ല. നമുക്ക് എവിഡൻസ് മതി. ഇപ്പം കോട്ടയം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്ന ജയനിമ്മയുടെ കേസിനകത്ത് നല്ല എവിഡൻസ് ഉണ്ട്. കാരണം നമുക്ക് ആ കിട്ടിയ എവിഡൻസിൽ നിന്ന് അത് മനസ്സിലാകുന്നു. അവിടുത്തെ കുളത്തിന് 3 കുളത്തിൽ വന്ന് പറ്റിച്ചപ്പം കുളത്തിനകത്ത് 2 സാരി കിട്ടിയിട്ടുണ്ട്. ജയനമ്മ വന്നാൽ ഒരു സാരി ഉടുത്തുകൊണ്ട് വരും. ചിലപ്പോൾ അവർ ഈ പള്ളികളിലൊക്കെ പ്രാർത്ഥനയ്ക്ക് പോകുന്ന ആളായതുകൊണ്ട് ക്രിസ്മസിന് 2024 ഡിസംബർ 23-നാണ് അവർ മിസ്സായത്. 24 അപ്പം ക്രിസ്മസിൻ്റെ തലേ ദിവസമാണ്. പള്ളിയിൽ പോയ പോക്കാണ്. അപ്പോൾ ആ സമയത്ത് ഒരു സ്പെയർ സാരി എടുക്കുമെന്ന് സംശയമുണ്ട്. അപ്പോൾ അവർ നേരെ അടുത്ത ലൊക്കേഷൻ അവരുടെ ഇവിടെയാണ് കണ്ടെത്തിയിരിക്കുന്നത്, ചേർത്തലയിൽ തന്നെ. അപ്പോൾ അവരിവിടെ വന്നിരിക്കുന്നു. അപ്പോൾ അവരെ കൊന്ന എന്തിന്? അതൊരു പ്രസക്തമായ ചോദ്യമാണ്. അത് ക്രൈംബ്രാഞ്ച് അത് കണ്ടെത്തണമെന്ന് ഞാൻ പറയണത്. കാരണം ഇത്രയും സാമ്പത്തികമുള്ള ഒരാൾ വീണ്ടും ഒരാളെ കൊല്ലുന്നത് അത് എന്തിന്? അവിടെയാണ് നമുക്ക് അറിയേണ്ട ഒരു ആവശ്യം. അപ്പോൾ ഇയാൾ ചെറുപ്പം മുതലേ വളർന്നു വന്ന സാഹചര്യം പോലീസ് അതിലോട്ട് വരണം. ശരി ജോർജ് ജോസഫ് സാർ, ഏതായാലും ഇയാളുടെ ഉള്ളിൽ ഒരു മനോരോഗി മറഞ്ഞു കിടക്കുന്നുണ്ട് എന്ന സംശയം പറഞ്ഞ സാഹചര്യത്തിൽ നമുക്ക് ഡോക്ടർ മോഹൻ റോയ് നമ്മളോടൊപ്പമുണ്ട്. അദ്ദേഹത്തിന് ഒരുപക്ഷെ ഈ കാര്യത്തിൽ കുറച്ചുകൂടി ശാസ്ത്രീയമായി കാര്യങ്ങൾ വിശദീകരിക്കാൻ കഴിഞ്ഞേക്കും. ഡോക്ടർ മോഹൻ റോയ്, ഈ സാധാരണ നിലയിൽ നമ്മുടെ നാട്ടിൽ പറയുന്നതാണ് കൂടെ കഴിയുന്നവർക്ക് രാപ്പനി അറിയൂ എന്ന്. അപ്പോൾ ഒരാളുടെ യഥാർത്ഥ ക്യാരക്ടറെ, അയാളുടെ യഥാർത്ഥ സ്വഭാവം, അയാളുടെ വ്യക്തിത്വം, അയാളുടെ വൈകല്യങ്ങൾ, ഇതൊക്കെ മനസ്സിലാക്കാൻ കഴിയുക ഒരു കുടുംബജീവിതത്തിൽ ഭർത്താവിനെ സംബന്ധിച്ച് ഭാര്യയ്ക്കും ഭാര്യയുടേത് ഭർത്താവിനുമൊക്കെയാണ്. അങ്ങനെ 17 വർഷം ഈ സെബാസ്റ്റിൻ്റെ കൂടെ കഴിഞ്ഞ, അല്ലെങ്കിൽ സെബാസ്റ്റിൻ്റെ ഭാര്യയായി നിൽക്കുന്ന ആ സ്ത്രീ പറയുന്നു സെബാസ്റ്റിൻ ഒരു പാവമാണ്. അവർ ഓഫ് ക്യാമറയിൽ ഞങ്ങളുടെ പ്രതിനിധിയോട് പറഞ്ഞത് ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത വ്യക്തിയാണ് സെബാസ്റ്റിൻ എന്നാണ്. ഇന്ന് ഈ 17 വർഷത്തെ ദാമ്പത്യത്തിനിടയിൽ അവർക്ക് കൈപ്പേറിയ ഒരു അനുഭവം പറയാനില്ല. മാത്രമല്ല അവരോടും മക്കളോടുമൊക്കെ വലിയ സ്നേഹമുള്ള ഒരു കുടുംബനാഥനാണ്. അയാൾക്ക് സാമ്പത്തിക പ്രയാസങ്ങളുണ്ടായിരുന്നു, അയാൾക്ക് ശാരീരിക അവശതകളുണ്ടായിരുന്നു. ബാക്കി ആളുകൾ ഇങ്ങനെ പലതും പറയുന്നുണ്ട്, അതൊന്നും വിശ്വസിക്കാൻ കഴിയില്ല. ആകെ സെബാസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് അയാൾ കല്യാണം കഴിക്കുമ്പോൾ 51 വയസ്സാണ്. ആ സമയത്ത് പരിചയമുള്ള ബിന്ദു പത്മനാഭനെ കുറിച്ചാണ്. അതൊരു വസ്തു ഇടപാടുമായി ബന്ധപ്പെട്ട കാര്യം മാത്രമാണെന്നാണ്. ഡോക്ടർ, ഇത് ഒരു മനോരോഗിയായ ഒരു സീരിയൽ കില്ലർ എന്നാണ് സെബാസ്റ്റ്യനെ കുറിച്ച് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് നമ്മൾ രൂപപ്പെടുത്തിയെടുത്തിരിക്കുന്ന ചിത്രം. ഡോക്ടർക്ക് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട്? ഇതൊരു മനോവൈകല്യത്തിൻ്റെ ഭാഗമായിട്ടാണോ
ഇയാൾ ഇങ്ങനെയൊക്കെ പെരുമാറിയിട്ടുണ്ടാവുക? ഒരു സീരിയൽ കില്ലർ എന്ന് നമുക്ക് സെബാസ്റ്റിനെ വിളിക്കാൻ കഴിയുമോ ഇതുവരെ വരുന്ന വിവരങ്ങൾ അനുസരിച്ച്? നമുക്ക് ഒരു വ്യക്തിയെ നമ്മൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കുന്നത് ആ വ്യക്തിയെക്കുറിച്ച് കിട്ടുന്ന വിവരങ്ങളനുസരിച്ചെന്നാണ് നമ്മുടെ ഒരു പൊതുവായ ധാരണ. ഇത് സാധാരണക്കാരെ സംബന്ധിച്ചാണ്. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഈ മാസ്ക് ഓഫ് സാനിറ്റി എന്ന് പറയുന്നത്, അതായത് സ്വാഭാവികതയുടെ ഒരു മുഖം മൂടി അണിയുക എന്ന് പറയുന്ന ഹാർവി ക്ലോക്കി എന്ന് പറയുന്ന ഒരു ആളിൻ്റെ തത്വമാണത്. അത് യഥാർത്ഥത്തിൽ ചില വ്യക്തിത്വ വൈകല്യമുള്ളവരെക്കുറിച്ച് പറയാനായിട്ട് സാധാരണ ഉപയോഗിക്കുന്നതാണ്. ഈ വ്യക്തിത്വ വൈകല്യങ്ങളെന്ന് പറയുമ്പോൾ നമുക്ക് ഒറ്റ നോട്ടത്തിൽ അവരുടെ കൂടെ കിടക്കുന്നവർക്ക് അറിയാമെന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷേ ഇതിൻ്റെ മറ്റൊരു തലമെന്ന് പറഞ്ഞാൽ ചില ആൾക്കാരുണ്ട്. ഇപ്പോൾ അമേരിക്കയിലെ ഈ ഫോറൻസിക് സൈക്യാട്രി രംഗത്ത് ഒരു പ്രഗത്ഭനായ ഒരു വ്യക്തിയുണ്ട്, റോബർട്ട് സൈമൺ എന്ന അദ്ദേഹത്തിൻ്റെ പേര്. ഈ റോബർട്ട് സൈമണിൻ്റെ അദ്ദേഹം അമേരിക്കൻ അക്കാഡമി ഓഫ് ലോ ആൻഡ് ഫോറൻസിക് മെഡിസിൻ്റെ തലവനൊക്കെ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൻ്റെ പേര് യഥാർത്ഥത്തിൽ അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വളരെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് പുസ്തകമാണ്. അതായത് ബാഡ്മെൻ ഡു വാട്ട് ഗുഡ് മെൻ ഡ്രീം. അതായത് നല്ല ആൾക്കാർ സ്വപ്നം കാണുന്ന കാര്യങ്ങളൊക്കെ ചീത്ത ആൾക്കാർ ചെയ്യുന്നതാണ്. ഇദ്ദേഹം അമേരിക്കൻ ജയിലുകളിലുള്ള സീരിയൽ കില്ലർമാരെയും അത്തരത്തിലുള്ള മനോരോഗങ്ങളൊക്കെ ഉള്ളവരെ വർഷങ്ങളോളം വിശകലനം ചെയ്ത് അവരുടെ അനുഭവങ്ങളുമൊക്കെ കേട്ട് അത്തരത്തിൽ ഒരു വിശകലനം നടത്തിയ വ്യക്തിയാണ്. ഇതിൽ ഇദ്ദേഹം പറയുന്ന ചില കേസുകളിലൊക്കെ ഡബിൾ ഏജൻറ്റന്മാരുണ്ട്. ഡബിൾ ഏജൻറ്റന്മാരെന്ന് വെച്ചാൽ നമുക്ക് പണ്ട് ക്ലാസിക്കായിട്ട് അറിയാവുന്നത് ഈ ചാരപ്രവർത്തനം നടത്തുന്ന, അമേരിക്കയ്ക്കും റഷ്യയ്ക്കും വേണ്ടി ചാരപ്രവർത്തനം, രണ്ട് രാജ്യങ്ങൾക്ക് വേണ്ടി ചാരപ്രവർത്തനം നടത്തിയിരുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഇവർക്കൊക്കെ കൃത്യമായി ഇപ്പോൾ ഇതിൽ അദ്ദേഹം പ്രൊഫൈൽ, ഇതിനൊരു സൈക്കോളജിക്കൽ പ്രൊഫൈലിംഗ് എന്നൊക്കെ പറയുന്നൊരു പ്രക്രിയയുണ്ട്. ഇദ്ദേഹം പ്രൊഫൈൽ ചെയ്ത ഒരാൾ യഥാർത്ഥത്തിൽ ഒരു കുടുംബജീവിതം നയിച്ചിരുന്ന, കൃത്യമായി അദ്ദേഹത്തിൻ്റെ മതവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും പോയിരുന്ന, മതസംവിധാനങ്ങളുമായി അടുപ്പമുണ്ടായിരുന്ന, ചാരിറ്റിയൊക്കെ ചെയ്യുന്ന, വളരെ സോഫ്റ്റ് സ്പോക്കണായ മിതഭാഷിയായ ഒരാളായി വീടിൻ്റെ പരിസരത്ത് അറിയപ്പെടുന്ന ഒരാളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം മറ്റേ അറ്റത്ത് കൊടും ക്രൂരനായ, ഇദ്ദേഹം എങ്ങനെയാണ് കൊല്ലുന്നതെന്നൊക്കെ ആൾക്കാർക്ക് ആലോചിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ അതിക്രൂരതയോട് കൊല്ലുന്ന ഒരു വ്യക്തിയുടെ പ്രൊഫൈലിംഗ് അദ്ദേഹം പറയുന്നുണ്ട്. അത്തരത്തിലുള്ള ചില ആൾക്കാരുണ്ട്. ഇതിൽ തന്നെ ഒരു കാര്യം വളരെ വ്യക്തമാണ്. നോക്കൂ, ഇതിൽ എന്നെ ഏറ്റവും അധികം ആകർഷിച്ച ഒരു കാര്യമെന്ന് വെച്ചാൽ 51 വയസ്സിന് മുമ്പുള്ള ഒരു വ്യക്തിയെക്കുറിച്ച് നമുക്കറിയാൻ സാധിക്കുന്നില്ലേ? നോക്കൂ, അദ്ദേഹത്തിന് ഇപ്പോൾ 68 വയസ്സായെങ്കിൽ ഇത് വലിയ കാലമൊന്നുമായിട്ടില്ല. അതായത് സ്വാതന്ത്ര്യത്തിന് ശേഷം ജനിച്ച ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ പഠിച്ചവരുണ്ടാകാം, അദ്ദേഹം താമസിച്ച സ്ഥലത്തുള്ളവരുണ്ടാകാം. ഇവരിൽ നിന്നുമൊക്കെ ഇദ്ദേഹത്തെക്കുറിച്ച് അറിയാൻ സാധിക്കില്ലേ? അപ്പോൾ അത്തരത്തിൽ അദൃശ്യനായ ഒരു വ്യക്തിക്ക് ജീവിക്കാൻ സാധിക്കില്ലേ? ഇപ്പോൾ അദ്ദേഹം ഒരു വശത്ത് അദ്ദേഹത്തിന് സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടെന്ന് ഭാര്യ തന്നെ സമ്മതിക്കുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ബാങ്ക് ബാലൻസിനെ കുറിച്ചുള്ള ഒരു ചിത്രം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി ഇദ്ദേഹം ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് നമുക്കിപ്പോൾ ഒരു 2-2.5 ഏക്കർ പറമ്പെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കേരളത്തിലെ, പ്രത്യേകിച്ച് ഈ ആലപ്പുഴ പോലെയൊക്കെ അവിടുത്തെ ഒരു സാമൂഹ്യ പശ്ചാത്തലമൊക്കെ വെച്ച് പഴയ പല പറമ്പുകളിലുമൊക്കെ അസ്ഥികൂടങ്ങൾ പൊതുവേ നമ്മൾ പണ്ട് ഈ ശ്മശാനങ്ങളെല്ലായിടത്തൊക്കെ അതിൻ്റെ മരണാനന്തര കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടാവാം. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അതും യഥാർത്ഥത്തിൽ ഇതിൽ പരിശോധിക്കപ്പെടേണ്ടത് തന്നെ. പക്ഷേ പോലീസ് കൃത്യമായ ചോദ്യം ചെയ്യലിനൊക്കെ ശേഷം വന്ന ഒരു സ്ഥലം പരിശോധിക്കുമ്പോൾ അത് അങ്ങനെയല്ല എന്ന് നമ്മൾ വിചാരിക്കേണ്ടി വരും. അപ്പോൾ നേരത്തെ ജോർജ് ജോസഫ് സാർ സൂചിപ്പിച്ച പോലെ എല്ലിൻ കഷണങ്ങളാണ് കാണുന്നത്. അല്ലാതെ ഒരു പൂർണ്ണമായ ഒരു മൃതദേഹം ഇട്ട് കത്തിക്കുകയും മറ്റുമൊക്കെ അറിയുമ്പോൾ അതിൻ്റെ ഈ സ്മെല്ല് വരുന്നതും ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഊഹിക്കാം. അതൊക്കെ ഈ 2-2.5 ഏക്കർ പറമ്പുണ്ടെങ്കിൽ ഒരു ഗ്രാമപ്രദേശമാണെങ്കിൽ അത്ര അസ്വാഭാവികമായി ആൾക്കാർ ശ്രദ്ധിക്കാതെ ഒന്നും പോവില്ല. അപ്പോൾ അത്ര കൃത്യമായി ആൾക്കാരെ തിരഞ്ഞെടുത്തുകൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിത്വം ഉള്ളവർ യഥാർത്ഥത്തിൽ നമ്മുടെ സമൂഹത്തിലുണ്ട്. നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും ഇവർ മറഞ്ഞിരിക്കുന്നുണ്ട്. ഇവരത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുമുണ്ട്. ഇവരെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ ഇദ്ദേഹം നോക്കൂ, നമ്മൾ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതെ ഇരിക്കണമെങ്കിൽ 2 സാധ്യതകളല്ലേ ഉള്ളൂ. പോലീസിനോട് അദ്ദേഹം ഉത്തരം പറയുന്നില്ല എന്നാണ് പുറത്തു നിന്ന് വരുന്ന റിപ്പോർട്ട്. ഉത്തരം പറയാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഒന്നെങ്കിൽ അദ്ദേഹത്തിന് അറിയാതെ ഇരിക്കുകയാണെങ്കിൽ കൃത്യമായി അറിയില്ല എന്ന് പറയാമല്ലോ. അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും ഒളിപ്പിക്കാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൃത്യമായി തെളിവ് നശിപ്പിച്ചു എന്നുള്ള ഉറപ്പ് അദ്ദേഹത്തിനുണ്ടെങ്കിൽ. നോക്കൂ, ഇദ്ദേഹം ആലപ്പുഴക്കാരനായിട്ട് നമുക്കറിയാം. വർഷങ്ങൾക്ക് മുമ്പ് ആലപ്പുഴയിൽ നിന്നും രാഹുൽ എന്ന് പറയുന്ന ഒരു കുട്ടിയെ മിസ്സിങ് ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു 10-20 വർഷത്തിനുള്ളിലായിട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത്തരത്തിലൊക്കെ മിസ്സിങ് ആയിട്ടുള്ള കേസുകളിൽ ഇദ്ദേഹത്തിനൊരു പങ്കുണ്ടോ എന്നുള്ളത് നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട്. പിന്നെ ഈ സീരിയൽ കില്ലർ എന്ന് പറയുമ്പോൾ അത് സീരിയൽ കില്ലർ യഥാർത്ഥത്തിലെ ലോകത്ത് വളരെയധികം ചർച്ച ചെയ്തു പോകുന്നൊരു കാര്യമാണ്. പൊതുവേ അതിന് പറയുന്നത് 2 അതിലധികമോ കൊലപാതകങ്ങൾ 1 മാസ കാലയളവിലുള്ള, അത് ചിലടത്തൊക്കെ
പഴയ ഒരു ക്ലാസിഫിക്കേഷൻ വെച്ചത് ഒരു 3 കൊലപാതകങ്ങളെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ 2 അതിലധികമോ കൊലപാതകങ്ങൾ ഒരു മാസം പീരിയഡിനുള്ളിൽ നടത്തി കഴിഞ്ഞാലാണ് നമ്മൾ സീരിയൽ കൊലപാതകം. ഡോക്ടർ ഞാനൊന്ന് ഇടപെട്ടോട്ടെ ഡോക്ടർ? രണ്ട് കാര്യങ്ങൾ ഡോക്ടർ സൂചിപ്പിച്ചതുകൊണ്ട് ഞാൻ രണ്ട് കാര്യങ്ങളിൽ ഒന്ന് ഇടപെടട്ടെ. ഒന്ന്, ഡോക്ടർ ഈ രാഹുൽ തിരോധാനത്തെ കുറിച്ച് പറഞ്ഞ ആ കൊച്ചു മോനെ കാണാതായത്, അത് ഇന്നും സത്യത്തിൽ നമ്മുടെയൊക്കെ മനസ്സിലെ ഒരു നോവായി രാഹുലിനെ കുറിച്ചുള്ള ചിത്രമുണ്ട്. പക്ഷെ ഡോക്ടർ, ഇവിടെ കാണാതായവർക്കൊക്കെ ഒരു പാറ്റേൺ ഉണ്ടല്ലോ. അതായത് ഈ തിരോധാന കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടവരൊക്കെ ഒറ്റയ്ക്ക് കഴിയുന്ന മധ്യവയസ്കരായ സ്ത്രീകളാണ്. അതുകൊണ്ട് ഇതിലിപ്പോൾ സെബാസ്റ്റ്യനാണ് ഇതിലെ പ്രതി എന്ന് നമുക്ക് കരുതാം. അങ്ങനെയാണെങ്കിൽ അയാൾ ഇതിലൊരു സെലക്ഷൻ നടത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകളെയാണ് അയാൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി ഡോക്ടർ ഈ പറഞ്ഞ ഒരു സീരിയൽ കില്ലിംഗ്, അത് ഡോക്ടർ പറഞ്ഞതുപോലെ മാസത്തിൽ തന്നെ 2-3 കൊലപാതകങ്ങൾ നടത്തുന്ന ആളുകൾ എന്ന നിലയിലാണെങ്കിൽ ഈ കൊലപാതകങ്ങൾ നടന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ തിരോധാനങ്ങൾ നടന്നിരിക്കുന്നത്, ഒന്ന് 2006-ൽ, അത് കഴിഞ്ഞ് 6 വർഷങ്ങൾക്ക് ശേഷം 2012-ൽ, അത് കഴിഞ്ഞ് 8 വർഷങ്ങൾക്ക് ശേഷം 2020-ൽ, പിന്നെ വീണ്ടും 4 വർഷത്തിന് ഇടവേളയ്ക്ക് ശേഷം 2024-ൽ. ഈ പാറ്റേൺ നമ്മളോട് എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടോ ഡോക്ടർ? തീർച്ചയായും അവിടെ സീരിയൽ കില്ലിങ്ങിൻ്റെ മറ്റൊരു കാര്യമെന്ന് വെച്ചാൽ പലതരത്തിലുള്ള സീരിയൽ കില്ലേഴ്സ് ഉണ്ടെന്നാണ് പൊതുവേ അവരെ വർഗീകരിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വളരെയധികം മുന്നോട്ട് പോയിരിക്കുന്ന ഒരു ശാസ്ത്രശാഖ തന്നെ. അതിൽ അവർ പൊതുവേ പറയുന്നത് ഒരു വിഷണറി കില്ലിംഗ് എന്ന് പറയും. വിഷണറി കില്ലിംഗ് എന്ന് പറഞ്ഞ് അവർ പറയുന്നത് നമ്മൾ ഈ മനോരഥത്തിൽ സഞ്ചരിക്കുന്നവരെന്നൊക്കെ സൂചിപ്പിക്കും. അവർ പറയുന്നത് ഇപ്പോൾ ചില ആൾക്കാരുണ്ട്, അവർ മിക്കവാറും ഈ വിഷണറി കില്ലേഴ്സ് മനോരോഗികളായിരിക്കും. അവരുടെ ചെവിയിൽ ദൈവം സംസാരിക്കുന്നുണ്ട്, അവർക്ക് പ്രത്യേക സന്ദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ആൾക്കാരിൽ നിന്നും ലോകത്തെ രക്ഷിക്കലാണ് അവരുടെ ഉദ്ദേശം എന്നൊക്കെ പറഞ്ഞിട്ട് കൊല്ലുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. രണ്ടാമത് മിഷൻ ഓറിയൻറ്റഡ് കില്ലേഴ്സ്, അതായത് അവരൊരു പ്രത്യേക ഗ്രൂപ്പിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഉദാഹരണം, പലയിടത്തും ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ആൾക്കാർ പറയുന്നത് അവർക്ക് ഈ ലൈംഗിക തൊഴിലാളികളോടൊരു വെറുപ്പും അവജ്ഞയും ഒക്കെ ഉണ്ട്. അതിനൊക്കെ നേരത്തെ നമ്മൾ ചർച്ചയുടെ അടുത്ത ഭാഗത്തുള്ള കാരണങ്ങളിലേക്ക് വരും. അപ്പോൾ അത്തരത്തിലുള്ള ഈ ലൈംഗിക തൊഴിലാളികളെ മാത്രം കൊല്ലുന്നത് മിഷൻ ഓറിയൻറ്റഡ് കില്ലേഴ്സ് എന്ന് പറയും. 2, ഒരു സുഖഭോഗമായി സുഖലോലുപതയ്ക്കായി കൊല്ലുന്ന കുറച്ച് പേരുണ്ട്. അത്തരത്തിലുള്ള ആൾക്കാരാണ് ഈ പാറ്റേണിൽ പെടുന്നത്. അതായത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവരുടെ ഇരകളെ കൃത്യമായി ചൂസ് ചെയ്ത്, ഇപ്പോൾ ഇതിലുള്ള ആൾക്കാർ, ഈ 4 പേരുടെ ഒരു പാറ്റേൺ വളരെ വ്യക്തമാണ്. അതിൽ പലവരും സമൂഹത്തിൻ്റെ ഉന്നത നിലയിലുള്ളവരാണ്, സാമ്പത്തികമായ ഒരു ഇതുള്ളവരാണ്, അവർക്കൊരു വൾണറബിലിറ്റി ഉണ്ടായിരുന്നു. അതായത് അവർക്ക് അടുത്ത ബന്ധുക്കളൊന്നും അധികമല്ല. ഇപ്പോൾ ഒരു കേസിൽ തന്നെ ഞാൻ അറിഞ്ഞിടത്തോളം 2012-ൽ അവർ മിസ്സായതിനു ശേഷം 3-4 വർഷം കഴിഞ്ഞ് അവരുടെ കേസ് തന്നെ മുന്നോട്ട് വരുന്നത്. നോക്കൂ, നമ്മുടെ സംവിധാനത്തിൽ ഒരു വ്യക്തി അങ്ങ് സംവിധാനങ്ങളിൽ നിന്നും അദൃശ്യനായി പോയാൽ, അപ്രത്യക്ഷനായാൽ, പിന്നെ ഒന്നും ചെയ്യാതെ നമ്മൾ ഇരിക്കുകയാണ് സാധാരണ ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാരെ കൃത്യമായി തിരിച്ചറിഞ്ഞ് അവരെ കൃത്യമായി തൻ്റെ വലയിലെത്തിച്ച് കൊല്ലാനുള്ള ഒരു രീതി, അതായത് കൃത്യമായ ഇടവേളകളിൽ കാത്തിരുന്നു കൊണ്ട് തൻ്റെ സാമ്പത്തിക ലാഭം, അതാ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു ഹിഡോണിസ്റ്റിക് കില്ലിംഗ് എന്ന് അതിന് പറഞ്ഞത്, ഒരു സുഖലോലുപതയിലേക്കുള്ള ഒരു കൊലപാതകങ്ങളുടെ പാറ്റേണാണ് ഇതുവരെയുള്ളതിൽ നിന്നും വ്യക്തമാകുന്നത്. അത് ഇപ്പോൾ DNA പരിശോധനയും മറ്റും കഴിയുമ്പോഴത്തേക്കും ഇത് ലഭിക്കാം. പിന്നെ ഇദ്ദേഹത്തിൻ്റെ മനോരോഗം സാധാരണ നമ്മൾ പറയുന്നത് പോലെ അത് കൃത്യമായി പരിശോധിക്കേണ്ടതാണ്. പക്ഷേ പൊതുവേ പറയുന്നത് ഈ മനോരോഗത്തിൻ്റെ ഒരു അംശമുള്ളവർ ഇത്തരത്തിലല്ല, ഒരു വിഷണറി കില്ലിംഗ് എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു പ്രത്യേക ദൈവം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് കൊല്ലുന്നത് ഇദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള പെരുമാറ്റത്തിൽ നിന്ന്. കാരണം 17 വർഷമായി അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിക്കുന്ന ഭാര്യ, കുറഞ്ഞത് അതുമായി ബന്ധപ്പെട്ട യാതൊരു ഹിസ്റ്ററിയും ഇതുവരെ നമുക്ക് തന്നിട്ടില്ല. പക്ഷേ ഇതിലൊരു കാര്യമുണ്ട്, ഞാൻ ആരെയും അങ്ങനെ അവിശ്വസിക്കണമെന്നുള്ള ഒരു പ്രാഥമിക വിശ്വാസത്തിൽ പറയുകയില്ല. പക്ഷേ ഏതു കാര്യത്തിലാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഭാര്യ പറയുന്ന കാര്യങ്ങൾക്ക്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് പൊതുസമൂഹത്തിൽ ഇപ്പോൾ പറയാൻ പറ്റുന്ന കാര്യങ്ങൾക്കും ഒരു പരിമിതിയുണ്ട് എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. അതിനോടൊപ്പം കൂട്ടി വായിക്കേണ്ടത് അങ്ങ് തന്നെ നേരത്തെ സൂചിപ്പിച്ച ഇദ്ദേഹത്തിൻ്റെ ഒരു പാസ്റ്റാണ്. അതായത് ഒരു ബസ് ഡ്രൈവർ ആയിരുന്ന കാലത്ത് കുറച്ച് തരികിട പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുകയാണ്. പിന്നെ അദ്ദേഹം വളരെ പെട്ടെന്ന് സമ്പന്നനായിട്ടുള്ള ഒരു ചരിത്രം പറയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരാൾ വളരെ പെട്ടെന്ന് സമ്പന്നനാകണമെങ്കിൽ സാധാരണ നിയമവിധേയമായ മാർഗ്ഗങ്ങളോ നിയമവിരുദ്ധമായ മാർഗ്ഗങ്ങളോ ആയിരിക്കണമല്ലോ. നിയമവിധേയമായ മാർഗ്ഗങ്ങളാണെങ്കിൽ അത് പൊതുവെ എല്ലാവർക്കും അറിയാവുന്നതാണ്. നിയമവിരുദ്ധമായ മാർഗ്ഗങ്ങളാണെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും. അതിലേക്കുള്ള സൂചനകൾ നമ്മൾ ഒരു വ്യക്തിയെ വിലയിരുത്തുക. ഏതായാലും ഡോക്ടർ ഈ പറഞ്ഞതിൽ നിന്ന് സെബാസ്റ്റ്യന്റെ വ്യക്തിത്വം അല്ലെങ്കിൽ അയാളുടെ പെർസോണ എന്ന് പറയുന്നത് വളരെ ദുരൂഹമായി തന്നെ നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. ഈ തിരോധാനത്തിനൊക്കെ പിന്നിൽ സെബാസ്റ്റ്യൻ തന്നെയാണോ? അവരൊക്കെ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ടോ? അവരൊക്കെ ഈ ഭൂമുഖത്ത് നിന്ന് അപ്രത്യക്ഷമായിട്ടുണ്ടോ എന്ന കാര്യം വളരെ ഗൗരവം അർഹിക്കുന്ന ഒരു പരിശോധനയാണ് അതിന് വേണ്ടത്. പിന്നെ ഡോക്ടർ പറഞ്ഞതിൽ ഏറ്റവും
ഗൗരവത്തോടുകൂടി സമൂഹം കാണേണ്ടത്, നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഒരാൾ അപ്രത്യക്ഷമാകുമ്പോൾ അത് വർഷങ്ങൾക്ക് ശേഷം മാത്രം അത് പരാതിയായി വരികയും അതിന്മേൽ അന്വേഷണം ഉണ്ടാവുകയും ചെയ്യുന്നത് വലിയൊരു സാമൂഹിക വിപത്തിൻ്റെ സൂചനകളോ ലക്ഷണങ്ങളോ ആയി തന്നെ നമ്മൾ കാണണം. അതിന് അടിയന്തരമായ പരിഹാരവും ആവശ്യമാണ്. ഞങ്ങളുടെ പ്രതിനിധികൾ തയ്യാറാണ് റിപ്പോർട്ടുകളുമായി. റാഫി കരീം, അതോടൊപ്പം തന്നെ അശ്വിൻ പാലാഴി, അതോടൊപ്പം മനീഷ് മഹിപാൽ, സുഹൈൽ മുഹമ്മദ് എന്നിവരാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. വിവരങ്ങളുമായി ഞാൻ ആദ്യം സുഹൈലിലേക്ക് പോകുന്നു. സുഹൈൽ, ശാസ്ത്രീയ പരിശോധനകൾ, അതിലൂടെ പുറത്തു വരുന്ന വിവരങ്ങളെ അടിസ്ഥാനമാക്കി വേണമല്ലോ ഇനി അന്വേഷണത്തിന് മുന്നോട്ട് പോകാൻ. അതിന് പ്രധാനമായിട്ടുള്ളത് ഈ സെബാസ്റ്റ്യൻ്റെ വീടിൻ്റെ പരിസരത്ത് നിന്ന് കണ്ടെടുത്തിരിക്കുന്ന അസ്ഥികളാണ്. ഏതാണ്ട് 10-20 എല്ലിൻ കഷ്ണങ്ങളാണ് പോലീസിനെ സംബന്ധിച്ചുള്ളത്. പിന്നീട് ഈ കാണാതായ 1-2 സ്ത്രീകൾ അവരുടെ ടെലിഫോണിൻ്റെ ഒരേ ടവറിൽ തന്നെ സെബാസ്റ്റ്യൻ്റെ ഫോണും ഈ കാണാതായ സ്ത്രീകളുടെ ഫോണും ഉണ്ടായി എന്നതും, ഫോണിൻ്റെ സിം മാറ്റാൻ വേണ്ടി അയാൾ റീചാർജ് ചെയ്യാൻ വേണ്ടി കടയിലേക്ക് പോയതും, പിന്നെ ഈ പണയപ്പെടുത്തിയ സ്വർണം എടുക്കാൻ പോയ വിവരങ്ങളൊക്കെയുമാണ് പോലീസിൻ്റെ കയ്യിലുള്ളത്. ശാസ്ത്രീയ പരിശോധനകൾ ഈ കേസിൻ്റെ അന്വേഷണത്തിൽ വളരെ നിർണായകമാണല്ലോ. എത്ര സഞ്ചരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, എത്രത്തോളം മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട് അന്വേഷണ സംഘത്തിന് ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കുന്ന കാര്യത്തിൽ? ജികെ ഈ പറഞ്ഞതുപോലെ അവിശ്വസനീയമായ ആത്മവിശ്വാസമുള്ള സെബാസ്റ്റ്യനിലൂടെ, അയാളുടെ കൺഫെഷനിലൂടെ ഈ കേസ് തെളിയിക്കാമെന്ന പ്രതീക്ഷ എന്തായാലും ക്രൈംബ്രാഞ്ചിലില്ല. മറിച്ച് ഈ പറഞ്ഞതുപോലെ ശാസ്ത്രീയ തെളിവുകൾ അത് പരമാവധി സമാഹരിച്ചുകൊണ്ട് ഈ അന്വേഷണത്തിൽ ഒരു ലിങ്ക് ഉണ്ടാക്കുക എന്നുള്ള അന്വേഷണ സംഘത്തിന് മുമ്പുള്ള പ്രധാനപ്പെട്ട പ്രതിസന്ധി. നിലവിൽ നമ്മൾക്ക് അറിയുന്നത് പോലെ തന്നെ ഈ 2024 ജൈനമ്മ തിരോധാനത്തിന് പിന്നാലെയാണ് ആദ്യമായി ഈ പറയുന്ന സെബാസ്റ്റ്യന്റെ വീട്ടിൽ ഒരു പരിശോധന നടത്തുന്നത്. അന്ന് അസ്ഥികൾ അവിടെ നിന്ന് കണ്ടെത്തിയിരുന്നു. ഇതിന് പിന്നാലെ ഈ ജൈനമ്മ തിരോധാന കേസിൽ കോട്ടയം സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച് ഈ പറയുന്ന സെബാസ്റ്റ്യനെ കസ്റ്റഡിയെടുത്തതിന് പിന്നാലെയാണ് ഇന്നലെ നമ്മൾ കണ്ട 7.5 മണിക്കൂറോളം നീണ്ട തെരച്ചിലുണ്ടായത്. ഈ തെരച്ചിലിൽ ഏകദേശം 68 അസ്ഥി, അതിൽ എല്ലാം പൂർണ്ണ അസ്ഥികളല്ല, ചെറുതായ അല്ലെങ്കിൽ കത്തിച്ച രീതിയിലുള്ള അസ്ഥി കഷ്ണങ്ങൾ എല്ലാം കൂടി 68ഓളം അസ്ഥി കഷ്ണങ്ങൾ ലഭിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഈ അസ്ഥികൾ കണ്ടെത്തിയ ഒരു പാറ്റേൺ അത് നമ്മൾ എടുത്തു പറയേണ്ട കാര്യമാണ്. പൊതുവെ ഒരാൾ ഒരു കുറ്റകൃത്യം നടത്തി ആ ബോഡി ഡീകമ്പോസ് ചെയ്യുമെങ്കിൽ ആഴത്തിൽ മണ്ണെടുത്ത് അതിൽ ഈ മൃതശരീരം മൂടിയതിന് പിന്നാലെ മറവ് ചെയ്യുകയാണ് ചെയ്യുക. അത് പിന്നീട് അസ്ഥിയായി രൂപാന്തരം കൊള്ളുകയാണ് ചെയ്യുക. പക്ഷേ ഇവിടെ നമ്മൾ ഈ പറയുന്ന ജൂലൈ 28-ന് ജൈനമ്മ തിരോധാനവുമായി ബന്ധപ്പെട്ട് ആദ്യം നടത്തിയ തെരച്ചിലിൽ അസ്ഥികൾ കണ്ടെത്തിയത് ഈ പറയുന്ന പോലെ ഓലകളുടെ താഴെ, അതായത് ഓലകൾ, അവിടെ ഒരുപാട് തെങ്ങും തോപ്പാണ്, അവിടെ ഓലകൾക്ക് താഴെ ചെറിയ രീതിയിൽ മാത്രം മണ്ണിട്ട് മൂടി, അതായത് പോലീസിന് ആഴത്തിൽ പോലും കുഴിക്കേണ്ടി വന്നിട്ടില്ല, പെരിഫറലായി അതിന്റെ പുറത്തെ മണ്ണ് മാത്രം നീക്കിയപ്പോഴേക്കും അസ്ഥികൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇത് പറഞ്ഞതുപോലെ ഇന്നലത്തെ തെരച്ചിലും സമാനമായ രീതിയിൽ തന്നെ ജൂലൈ 28-ന് അസ്ഥികൾ കണ്ടെത്തുന്ന സമീപത്ത് നിന്ന് വലിയ ആഴത്തിൽ കുഴി കഴിക്കുക, അതൊരു 1-1.5 അടിയൊക്കെ കുഴിയെടുക്കുമ്പോഴേക്കും അസ്ഥികൾ കണ്ടെത്തി. അതിനർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആഴത്തിൽ കുഴിയെടുത്തിട്ടില്ല എന്നതിനപ്പുറത്തേക്ക് ഈ പറയുന്ന ഒക്യുറൻസ്, ക്രൈം ഓഫ് ഒക്യുറൻസ് ഇവിടെ തന്നെയാണെന്നൊരു സംശയവും നമ്മളിലേക്ക് ജനിപ്പിക്കുന്നുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം 2017-ലാണ് ബിന്ദു തിരോധാനവുമായി ബന്ധപ്പെട്ട് സെബാസ്റ്റ്യൻ ആദ്യമായി ആരോപണ മുനയിൽ വരുന്നത്. ഈ 2017 ആരോപണ മുനയിൽ ബിന്ദു തിരോധാന കേസുമായി ബന്ധപ്പെട്ട് സെബാസ്റ്റ്യൻ വന്നപ്പോൾ അന്നത്തെ അന്വേഷണ സംഘം സെബാസ്റ്റ്യന്റെ വീട്ടിലെത്തിയതാണ്. അവിടെ ഈ കുളമടക്കമുള്ള കാര്യങ്ങൾ അവർ കണ്ടതാണ്. ആ കുളത്തിലേക്ക് അടക്കം വറ്റിച്ചൊരു പരിശോധനയെ കടക്കുന്നതിനിടെ ഈ കുളത്തിൽ സെപ്റ്റിക് മാലിന്യം അടക്കം തള്ളുന്നൊരു സ്ഥിതി ഉണ്ടായി. പക്ഷേ പിന്നീട് അങ്ങോട്ട് അവിടെ തെരച്ചിൽ ഉണ്ടായില്ല. അതായത് 2017 ഈ ഒരു ക്രൈമിൽ ആദ്യമായി ഈ FIR-ലേക്കും പോലീസിലേക്കും അടക്കം പോലീസിന്റെയൊക്കെ സംശയനിലയിലേക്ക് സെബാസ്റ്റ്യൻ വന്ന ആദ്യഘട്ടത്തിൽ ആ വീട്ടിൽ പോലീസ് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തുടർ ദിവസങ്ങളിൽ, തുടർ വർഷങ്ങൾ, ഇപ്പോൾ ജൈനമ്മ തിരോധാനം അടക്കമുള്ള ഈ സംഭവങ്ങൾ നടക്കുമ്പോൾ പിന്നീടും ആ വീട് തന്നെ ഒരു ക്രൈം ഓഫ് ഒക്യുറൻസ് ആയി എടുക്കുമോ എന്ന ചോദ്യമാണ് ഉദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ബിന്ദു തിരോധാനവുമായി ബന്ധപ്പെട്ടോ ഐഷ തിരോധാനവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ബോഡി അവിടെ ഡീകമ്പോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന വർഷ ഗ്യാപ്പിനുള്ളിൽ അത് അവിടെ നിന്ന് മാറ്റിക്കാണുന്ന ഒരു സാധ്യത കൂടി നമ്മൾ ഇവിടെ എടുത്ത് പറയേണ്ടതുണ്ട്. കാരണം അത് മാറ്റിയിട്ട് മറ്റെവിടെയെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടാകണം, ഒന്ന്, അല്ലെങ്കിൽ ക്രൈം ഓഫ് ഒക്യുറൻസ് മറ്റൊരിടത്താണ്. അങ്ങനെ അവിടെ നിന്നുള്ള അസ്ഥികൾ പിന്നീട് ഇവിടെ എടുത്ത് കത്തിച്ച് പുറത്തേക്ക് ഇടുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഒന്നെങ്കിൽ ഇത് അതിബുദ്ധിമാനായ സെബാസ്റ്റ്യൻ ഒരു പ്ലാനാണ്, അതായത് അന്വേഷണത്തെ തെറ്റിദ്ധരിപ്പിക്കുക. ക്രൈം ഓഫ് ഒക്യുറൻസ് ഇവിടെയാണ് തെറ്റിദ്ധരിപ്പിച്ച് അവിടേക്ക് അന്വേഷണം ആഴത്തിൽ കൊണ്ടുപോകുക. പക്ഷേ ക്രൈം ഓഫ് ഒക്യുറൻസ് അവിടെയാണ് തെറ്റിദ്ധരിച്ച് നമ്മൾ അന്വേഷണത്തിലേക്ക് നീങ്ങുമ്പോൾ യഥാർത്ഥ അസ്ഥികളും ഈ പറഞ്ഞതുപോലെ തന്നെ ഈ കൊലപാതകമോ അല്ലെങ്കിൽ തിരോധനമോ അതൊന്നും സ്ഥിരീകരിക്കാനാകില്ല. അങ്ങനെ ഒരു കൊലപാതകം ഉണ്ടെങ്കിൽ ആ സംഭവവും സ്ഥലങ്ങളും ഒക്കെ വേറെ സ്ഥലത്തായിരിക്കണം, ഈ മൃതശരീരത്തിന്റെ അവശിഷ്ടങ്ങൾ വേറെ സ്ഥലത്താകണം. കാരണം അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ കഴിഞ്ഞ ദിവസങ്ങൾ തെരച്ചിൽ നടത്തുകയാണെങ്കിൽ ആഴത്തിൽ കുഴിയെടുക്കേണ്ടതുണ്ട്, ആഴത്തിൽ നിന്ന് ഈ അസ്ഥികൾ കണ്ടെത്തേണ്ടത്. പക്ഷേ ഇവിടെ പോലീസ് അധികം മെനക്കെടേണ്ടി വന്നില്ല എന്നാണ് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ സെബാസ്റ്റ്യൻ ഒരു സ്ട്രാറ്റജി വർക്കൗട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് ആദ്യം പരിശോധിക്കേണ്ടതുണ്ട്. കാരണം 2017 ബിന്ദു തിരോധാനവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം ഈ സെബാസ്റ്റ്യൻ ഈ വീട്ടിലെത്തിയതാണ്. അതുകൊണ്ട് പിന്നീട് ജൈനമ്മ തിരോധാനവുമായി ബന്ധപ്പെട്ട് ഇതേ സ്ഥലത്തേക്ക് ഈ ജൈനമ്മയുടെയൊക്കെ അസ്ഥികൾ അവിടെ കൊണ്ടിടുമോ എന്ന ചോദ്യം പ്രസക്തമായ ചോദ്യമാണ്. 1. 2, ഇപ്പോൾ ഈ പറയുന്ന 64ഓളം അസ്ഥി കഷ്ണങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഈ അസ്ഥി കഷ്ണങ്ങളൊക്കെ DNA പരിശോധനാ ഫലം വന്നാൽ മാത്രമേ ഇവിടേതാണെന്ന് തിരിച്ചറിയാൻ സാധിക്കുള്ളൂ. അത് സ്വാഭാവികമോ സാങ്കേതികത്വമുള്ള അല്ലെങ്കിൽ അത്യാവശ്യം സമയമെടുക്കുന്ന ഒരു പ്രോസസ് കൂടിയാണ്. അത് കഴിഞ്ഞാൽ മാത്രമാണ് ഈ പറഞ്ഞ നമ്മൾ സംശയിക്കുന്ന 3 തിരോധാനങ്ങളും ഒരു കൊലപാതകങ്ങളും ഇവരാണെന്ന കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടാക്കാൻ
മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഇതിന് പിന്നാലെ മാത്രമാണ് ഈ കേസിലേക്ക്, ഈ പറയുന്ന തിരോധാന കേസിലേക്ക് സെബാസ്റ്റ്യനെ പൂർണ്ണമായി കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. നിലവിൽ സെബാസ്റ്റ്യനെ കണക്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഒന്ന് ബിന്ദു പത്മനാഭൻ കേസായാലും ഐഷ തിരോധാന കേസാണെങ്കിലും ഈ ജൈനമ തിരോധാന കേസുകളാണെങ്കിലും ഈ 3 കേസുകളിലും സെബാസ്റ്റ്യൻ ഇവരുമായി ബന്ധമുണ്ട്. സെബാസ്റ്റ്യൻ ഇവരുമായി സ്ഥലമിടപാട് നടത്തിയിട്ടുണ്ട്. സെബാസ്റ്റ്യൻ ഇവരുമായി സാമ്പത്തിക ഇടപാട് നടത്തിയിട്ടുണ്ട്. അതിൽ ആദ്യത്തെ കേസ് ബിന്ദു പത്മനാഭൻ കേസാണ്. ബിന്ദു പത്മനാഭൻ കേസിൽ 2003 തൊട്ട് സെബാസ്റ്റ്യൻ ഇവർക്ക് പരിചയമുണ്ട്. 2011 ബിന്ദുവിന്റെ എറണാകുളം നഗരത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള ഒരു സ്ഥലം അത് പ്രമാണം ചെയ്തിരിക്കുന്നത് ഇയാളുടെ പേരിലാണ്, സെബാസ്റ്റ്യന്റെ പേരിലാണ്. പക്ഷേ അന്ന് പ്രമാണം ചെയ്തിരുന്നത് സെബാസ്റ്റ്യന് ഈ സ്ത്രീകളുമായി, കാരണം സെബാസ്റ്റ്യന്റെ ജോലി പലപ്പോഴും ഈ വസ്തുവകകളുടെ ഇടപാടുമായി ബന്ധപ്പെട്ട ഇടപാടുകാരൻ എന്ന നിലയിലാണ് അയാളുടെ പ്രധാനപ്പെട്ട തൊഴിൽ തന്നെ. അപ്പോൾ അയാളൊരു ഇവരുമൊക്കെയായി അയാൾ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നതിന് വിവരങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ ഇവരുടെ തിരോധാനത്തിന് പിന്നിൽ സെബാസ്റ്റ്യനാണോ, ഇവരെ ഇയാൾ കൊലപ്പെടുത്തിയോ എന്ന കാര്യങ്ങളിലാണല്ലോ ശാസ്ത്രീയ അന്വേഷണം ആവശ്യമായിട്ടുള്ളതും തെളിവുകൾ പോലീസിന് ശേഖരിക്കേണ്ടതായിട്ടും ഉള്ളത്. പിന്നെ ഈ ആദ്യത്തെ ബിന്ദു പത്മനാഭനെ കാണാതായി വർഷങ്ങൾക്ക് ശേഷമാണ് അതിലൊരു പരാതി ഉണ്ടാകുന്നതും അന്വേഷണം ഉണ്ടാകുന്നതും. അത് തന്നെ വേണ്ട രീതിയിൽ നടത്തിയിട്ടില്ല എന്ന പരാതിയാണ് ഈ ബിന്ദു തിരോധാന കേസ് തെളിയിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള കർമ്മസമിതിക്ക് ഉള്ളത്. കർമ്മസമിതിയുടെ പ്രതിനിധി ഇന്ന് നമ്മളോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കാനുമുണ്ട്. ഞാൻ അശ്വിൻ പാലാടിയിലേക്ക് വരട്ടെ. അശ്വിൻ, സെബാസ്റ്റ്യൻ ഒരു മനോരോഗിയായ ഒരു പരമ്പര കൊല നടത്തിയിട്ടുള്ള ഒരു സീരിയൽ കില്ലറാണ് എന്ന നിലയിലാണ് അയാളെക്കുറിച്ചിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. അന്വേഷണ സംഘത്തിന് മുന്നിൽ വാ തുറക്കാതെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഒന്നെങ്കിൽ മിണ്ടാതിരിക്കുകയോ അല്ലെങ്കിൽ ചിരിക്കുകയോ മാത്രം ചെയ്യുന്ന സെബാസ്റ്റ്യനിൽ നിന്ന് നേരത്തെ ഒരു കൺഫെഷനിലൂടെ കാര്യങ്ങളിലേക്ക് എത്താൻ കഴിയില്ല എന്ന് ഉറപ്പായിട്ടുണ്ട്. അതുകൊണ്ട് ഈ സെബാസ്റ്റ്യൻ ഒരു സീരിയൽ കില്ലറാണ് എന്ന തരത്തിലുള്ള ഒരു നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയിട്ടുണ്ടോ? അങ്ങനെ അന്വേഷണ സംഘം സംശയിക്കാനുള്ള കാരണം എന്താണ്? അത്തരത്തിലൊരു നിഗമനത്തിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിലൊരു സംശയത്തിലേക്ക് വരാൻ ഉതകുന്ന ചില കാരണങ്ങളുണ്ട്. അത് ഈ 3 പേരുടെയും പശ്ചാത്തലം സംബന്ധിച്ചാണ്. അതിൽ ഏറ്റവും പ്രധാനമായി ആദ്യമായി ഉണ്ടാകുന്നത് 2002 മുതൽ ഈ സെബാസ്റ്റ്യനുമായി കൂട്ടുകൂടിയ ബിന്ദു പത്മനാഭനാണ്. ബിന്ദു പത്മനാഭന്റെ വിദ്യാഭ്യാസമൊക്കെ പൂർത്തീകരിച്ചത് ബാംഗ്ലൂരിലാണ്. സാമ്പത്തികമായി വളരെ മെച്ചപ്പെട്ട കുടുംബമാണ്. കോടികളുടെ ആസ്തി സ്വന്തമായൊക്കെ ഉണ്ടായിരുന്ന ഒരു സ്ത്രീ കൂടിയായിരുന്നു ബിന്ദു പത്മനാഭൻ. അവരുമായി അവരുടെ യൗവനകാലത്താണ് സെബാസ്റ്റ്യൻ ചങ്ങാത്തം കൂടുന്നത്. പിന്നീട് 2006 മുതൽ ഇവരെക്കുറിച്ച് അത്ര വലിയ വിവരമൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അവിടുത്തെ നാട്ടുകാരുമൊക്കെ, കടക്കരപ്പള്ളിയിലെ നാട്ടുകാരുമൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എങ്ങനെയാണ് ബിന്ദു പത്മനാഭൻ കേസ് പുറത്തേക്ക് വരുന്നത്, അതിൽ സെബാസ്റ്റ്യന്റെ പങ്ക് എങ്ങനെ വെളിവാകുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. 2017 ബിന്ദു പത്മനാഭന്റെ പേരിൽ എടപ്പള്ളിയിലുണ്ടായിരുന്ന സ്ഥലം വിൽപ്പനയ്ക്കായി സെബാസ്റ്റ്യൻ എത്തുന്നു. അന്ന് ബിന്ദു പത്മനാഭൻ എന്ന പേരിൽ ഡോക്യുമെന്റിൽ ഒപ്പിടിക്കാനായി എത്തുന്നത് ജയ എന്ന പേരിലുള്ള മറ്റൊരു സ്ത്രീയെയാണ്. അത് ബിന്ദു പത്മനാഭൻ എന്ന പേരിലാണ് അവരെ പരിചയപ്പെടുത്തിയത്. ആ സ്ഥലം വാങ്ങാൻ വന്നത് ഈ ബിന്ദുവിന്റെ സഹോദരൻ പ്രവീണിന്റെ സുഹൃത്താണ്. അവിടെയാണ് ഈ സംഭവം കഥകളെല്ലാം പൊളിയുന്നത്. അപ്പോൾ എവിടെയാണ് 2002 മുതൽ ഈ സെബാസ്റ്റ്യനൊപ്പം ഉണ്ടായിരുന്ന ബിന്ദു പത്മനാഭൻ 2017 വരെ എവിടെയായിരുന്നു? എന്തിനാണ് ബിന്ദുവിന്റെ പേരിൽ മറ്റൊരു സ്ത്രീയെ അവിടെ കൊണ്ടുവന്നത്? അവിടെ തുടങ്ങുകയായിരുന്നു ഈ കേസന്വേഷണങ്ങളുടെയൊക്കെ തുടക്കം, ഈ തിരോധാന കേസിന്റെയൊക്കെ തുടക്കം. അതിന് അവിടെയുള്ള പശ്ചാത്തലം സാമ്പത്തികമാണ്. ഇവർ ചങ്ങാത്തമായിരുന്നു, കൂട്ടുകൂടിയിരുന്നു വർഷങ്ങളായി. പിന്നീട് 2012 കേസിലേക്ക് വന്നാൽ അവിടെയുള്ളത് ഐഷയാണ്. ഐഷയെ സംബന്ധിച്ചും ഏകദേശം ഇതേപോലെയുള്ള ഒരു പശ്ചാത്തലമാണ്. ഈ ബിന്ദുവും കുടുംബവുമായി അകന്നു കഴിയുന്ന ഒരു സ്ത്രീയാണ്. ഐഷയും ഏകദേശം ആ ഒരു പശ്ചാത്തലമാണുള്ളത്. കുടുംബവുമായി അത്രയധികം ബന്ധമുണ്ടായിരുന്നില്ല. പിന്നീട് അവരൊരു സർക്കാർ ജീവനക്കാരിയായിരുന്നു. പഞ്ചായത്തിലെ ക്ലർക്കായാണ് വിരമിക്കുന്നത്. സാമ്പത്തികമായി നല്ല പശ്ചാത്തലമാണ്. സ്വന്തമായി അത്യാവശ്യം പണമൊക്കെ ഉണ്ടായിരുന്നു, സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടായിരുന്നു. ഒപ്പം അതുകൂടാതെ പെൻഷൻ ലഭിച്ചുകൊണ്ടിരുന്നു. ഈ സെബാസ്റ്റ്യനുമായി 2012, 2010 കാലത്തിലൊക്കെ ഇവർ അടുപ്പത്തിലുമായിരുന്നു. വർഷങ്ങളായുള്ള സുഹൃത്ത് ബന്ധം ഇവർ തമ്മിലുണ്ട്. ഈ സുഹൃത്ത് ബന്ധം അതിനിടയിലാണ് ഈ സ്ഥലക്കച്ചവടമൊക്കെ വരുന്നത്. അങ്ങനെ ഈ ഐഷയും ഇയാൾ തങ്ങളുടെ ഒരു വലയത്തിലാക്കുന്നു. പിന്നീട് 2012 ശേഷം ഐഷയെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. ജയനമ്മയുടെ കേസിലേക്ക് വന്നാൽ ഈ 2 കേസുകളിൽ നിന്നും അല്പം വ്യത്യസ്തമാണ്. സാമ്പത്തികമായി അത്ര വലിയ ഭദ്രതയുള്ള പശ്ചാത്തലമല്ല ജയനമ്മയ്ക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ സ്വർണ്ണാഭരണങ്ങളുടെ കാര്യത്തിൽ അല്പം, അതും കേവലം 5 പവനൊക്കെ ആയിരുന്നു അന്ന് ഈ ജയനമ്മ അണിഞ്ഞിരുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ സാമ്പത്തികമായി അത്ര മെച്ചപ്പെട്ട രീതിയിലല്ല എങ്കിൽ പോലും കുറച്ചൊക്കെ പൈസ ജയനമ്മയുടെ കയ്യിലും ഉണ്ടായിരുന്നു. ഒപ്പം ജയനമ്മ ഒരു വിശ്വാസി കൂടിയായിരുന്നു. ധ്യാനത്തിലൊക്കെ പങ്കെടുത്തിരുന്ന ആളാണ്. ജയനമ്മയെ ഈ സെബാസ്റ്റ്യൻ കണ്ടുമുട്ടുന്നതും ഒരു ധ്യാന കേന്ദ്രത്തിൽ വെച്ചാണ്. അങ്ങനെ സ്ഥലക്കച്ചവടവുമൊക്കെയായി ബന്ധപ്പെട്ട് ജയനമ്മയും
വശത്താക്കുന്നു. പിന്നീട് 2024 ഡിസംബർ 23 മുതൽ ജയനമ്മയെക്കുറിച്ചും ഒരു വിവരവുമില്ല. അപ്പോൾ ആകെ ഈ 3 കേസുകൾ എടുത്തു നോക്കുമ്പോൾ അതിന്റെയൊക്കെ പിന്നിൽ ഒരു കോമൺ ഫാക്ട് ഉണ്ട്. ഒന്നിലധികം കോമൺ ഫാക്ടുകളുണ്ട്. ഇവിടെ എല്ലാം പ്രായവും 40-നും 60-നും ഇടയിലാണ്. അതൊക്കെ കൊണ്ടാണ് ഒരു പുതിയ കേസ് കൂടി ഉണ്ടല്ലോ, സിന്ധുവിന്റെ കേസ്, ചേർത്തല സ്വദേശിനി സിന്ധു. അതെ, സിന്ധു, ചേർത്തല സ്വദേശിനി സിന്ധുവിന്റെ കേസ്, അത് ഈ സെബാസ്റ്റ്യന്റെ കേസുമായി ബന്ധപ്പെട്ട 3 വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ അത് റീഓപ്പൺ ചെയ്ത് അന്വേഷിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പോലീസ്. പക്ഷേ അത് ഈ സെബാസ്റ്റ്യനുമായി ബന്ധപ്പെടുത്തുന്ന അല്ലെങ്കിൽ സെബാസ്റ്റ്യനുമായി ബന്ധമുണ്ടായിരുന്നു ഈ സിന്ധുവിന് എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള ഒരു തെളിവ് ഇതുവരെ അന്വേഷണ സംഘത്തിന് കിട്ടിയിട്ടില്ല. അത് അങ്ങനെ ഏതെങ്കിലും തരത്തിൽ കണക്ഷൻ സിന്ധുവിനുണ്ടോ എന്ന് പരിശോധിക്കുകയാണ്. പക്ഷേ ഈ 3 പേർക്കുള്ള അതേ ഒരു സവിശേഷത അല്ലെങ്കിൽ അതേ കോമൺ ഫാക്ട് ഈ സിന്ധുവിന്റെ കാര്യത്തിലുമുണ്ട്. ഭർത്താവുമായി പിണങ്ങി കഴിയുകയായിരുന്നു. മകളുടെ വിവാഹം 2 മാസം കഴിഞ്ഞ് നടക്കാനിരിക്കെയാണ് സിന്ധുവിനെ കാണാതാകുന്നത്. മകളുടെ വിവാഹത്തിന് വേണ്ടി കരുതി വെച്ചിരുന്ന സ്വർണവും പണവുമെല്ലാം സിന്ധുവിന്റെ പക്കലുണ്ടായിരുന്നു. വൈകിട്ട് അമ്പലത്തിൽ വഴിപാട് കഴിക്കാനായി പോയ സിന്ധുവിനെ കുറിച്ച് 2020 ഒക്ടോബർ 19 ശേഷം പിന്നീട് ഒരു വിവരവുമില്ല. അതെ, ഈ 4 കേസുകൾ ബിന്ദു, ഐഷ, സിന്ധു, അതുപോലെ ജൈനമ്മ, ഈ 4 തിരോധാന കേസുകളിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ സെബാസ്റ്റ്യനെ കേന്ദ്രീകരിച്ച് പരിശോധനകളായി നടക്കുന്നത്. നമ്മളോടൊപ്പം ഇനി റാഫി കരീമുണ്ട്. റാഫി, ഇത് ആദ്യമായിട്ടാണ് സെബാസ്റ്റ്യന്റെ ഭാര്യയ്ക്ക് 17 വർഷമായ സെബാസ്റ്റ്യനൊപ്പം കഴിയുന്ന ഒരു സ്ത്രീക്ക് സെബാസ്റ്റ്യനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്ന് നമ്മൾ ഇന്ന് അറിഞ്ഞത്. റാഫിയോട് സംസാരിച്ചപ്പോൾ സെബാസ്റ്റ്യന്റെ ഭാര്യ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു? ഞാൻ അറിഞ്ഞത് ഓഫ് ക്യാമറയിൽ സംസാരിച്ചപ്പോൾ ഒരു ജീവിയെയും ഉപദ്രവിക്കാത്ത അത്രത്തോളം നിഷ്കളങ്കനായ വ്യക്തിയാണ് സെബാസ്റ്റ്യൻ എന്ന് റാഫി കരീമിനോട് പറഞ്ഞതായാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ന് സെബാസ്റ്റ്യന്റെ ഭാര്യ വെളിപ്പെടുത്തിയത്? സെബാസ്റ്റ്യൻ ഇങ്ങനെ കുറ്റാരോപിതനായി നിൽക്കുമ്പോൾ, ഒരു കൂട്ടക്കൊലപാതകി എന്ന നിലയിൽ അയാളെക്കുറിച്ചിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോൾ, ഈ സ്ത്രീകളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് സംശയനിഴലിൽ സെബാസ്റ്റ്യൻ നിൽക്കുമ്പോൾ അയാളുടെ ഭാര്യ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്? റാഫി. സെബാസ്റ്റ്യന്റെ ഭാര്യ പങ്കുവച്ച വിവരങ്ങൾ, അയാൾ എങ്ങനെയായിരുന്നു കുടുംബത്തിൽ എന്നുള്ളതാണ്. 2008 സെബാസ്റ്റ്യന്റെ വിവാഹം കഴിയുന്നത്. പിന്നീട് ഇങ്ങോട്ടുള്ള 17 വർഷം ഇവർ ഒരുമിച്ചായിരുന്നു. ഈ 17 വർഷവും സെബാസ്റ്റ്യൻ എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് ഇന്ന് ഭാര്യ 24-നോട് പറഞ്ഞത്. അതിൽ പ്രധാനപ്പെട്ട ഒരു വിവരം ഈ ഭാര്യ പങ്കുവച്ചത്, ഈ സെബാസ്റ്റ്യൻ ഒരു തരത്തിലുമുള്ള പെരുമാറ്റ വൈകല്യങ്ങളുള്ള ഒരാളായിരുന്നില്ല. ഒരു തരത്തിലും കുടുംബത്തിൽ മറ്റ് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നില്ല. ഒരിക്കൽ പോലും തന്നെ മർദ്ദിച്ചിട്ടില്ല, അല്ലെങ്കിൽ തന്നോട് അനാവശ്യമായൊരു ശബ്ദമുയർത്തി സംസാരിച്ചിട്ട് പോലുമില്ല എന്നുള്ളതാണ് ഈ ഭാര്യ പറഞ്ഞത്. ഒപ്പം തന്നെ പെരുമാറ്റമെല്ലാം തന്നെ വളരെ ഭംഗിയായിരുന്നു, നല്ല പെരുമാറ്റമായിരുന്നു, മാന്യമായ പെരുമാറ്റമാണ് എപ്പോഴും പുറത്തെടുത്തിരുന്നത്. ബന്ധുക്കളോടും ആ നിലയിൽ തന്നെയായിരുന്നു. മകനോടും ഭാര്യയോടുമെല്ലാം വലിയ സ്നേഹമായിരുന്നു ഇയാൾക്കുണ്ടായിരുന്നത് എന്നുള്ളതാണ് ഭാര്യ പങ്കുവച്ചൊരു പ്രധാനപ്പെട്ട വിവരം. മറ്റൊരു കാര്യം ഭാര്യ പറഞ്ഞത്, ബിന്ദു പത്മനാഭന്റെ പേര് മാത്രമാണ് സെബാസ്റ്റ്യനിൽ നിന്ന് താൻ കേട്ടിട്ടുള്ളത് എന്നുള്ളതാണ് ഭാര്യ പറഞ്ഞത്. അത് സ്ഥലക്കച്ചവടവുമായി ബന്ധപ്പെട്ട്, എറണാകുളത്തെ സ്ഥലമിടപാടുമായി ബന്ധപ്പെട്ട് കേട്ട പേരാണ്. അതല്ലാതെ മറ്റു കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. മറ്റ് 3 പേരുടെ പേരുകളും സെബാസ്റ്റ്യനിൽ നിന്ന് ഈ സ്ത്രീ കേട്ടിട്ടില്ല എന്നും ഭാര്യ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ സെബാസ്റ്റ്യന്റെ ആരോഗ്യസ്ഥിതിയെ കുറിച്ചാണ് പറഞ്ഞത്. കാലിന് വയ്യാത്ത ഒരാളാണ്, വലിയ ഷുഗർ പേഷ്യൻ്റാണ്, പ്രമേഹ രോഗിയാണ്. ഒപ്പം തന്നെ മറ്റ് ശാരീരിക അവശതകളും ഉണ്ട് എന്ന് സെബാസ്റ്റ്യന്റെ ഭാര്യ പറയുന്നു. ഒപ്പം 17 വർഷത്തിനിടയിൽ ഏതെങ്കിലും തരത്തിൽ സംശയിക്കാവുന്ന ഒരു സാഹചര്യത്തിൽ സെബാസ്റ്റ്യനെ കണ്ടിട്ടില്ല എന്നുകൂടി ഈ ഭാര്യ പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ നിലയിലാണ് റാഫി കരീമാണ് നമ്മളോട് ഈ വിവരങ്ങളൊക്കെ പങ്കുവെക്കുന്നത്. നമ്മളോടൊപ്പം മനീഷ് മഹിപാൽ കൂടിയുണ്ട്. മനീഷ്, ഈ DGPയുടെ നിർദ്ദേശപ്രകാരമാണ് ഏതാണ്ട് ധർമ്മസ്ഥല മോഡലിലുള്ള കൂട്ടക്കൊലപാതകങ്ങൾ നടന്നു എന്ന് സംശയിക്കുന്ന ഈ തിരോധാന കേസുകൾ അന്വേഷിക്കാൻ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ തന്നെ രൂപീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിലുള്ള സെബാസ്റ്റ്യന്റെ കസ്റ്റഡി കാലാവധി മറ്റന്നാൾ കഴിയുകയാണ്. നിലവിൽ നമുക്ക് കിട്ടുന്ന വിവരമനുസരിച്ച് കസ്റ്റഡി കാലാവധി നീട്ടിച്ചോദിക്കേണ്ട എന്ന ഒരു തീരുമാനത്തിലാണ് ക്രൈംബ്രാഞ്ച് എന്നതാണ്. എങ്ങനെയായിരിക്കും ഈ അന്വേഷണം മുന്നോട്ട് പോവുക? ഈ ഭാര്യയെ കൂടി ഇരുത്തി ശാസ്ത്രീയമായ ചോദ്യം ചെയ്യലിന് വിധേയമാക്കാം എന്ന തീരുമാനത്തിൽ ക്രൈംബ്രാഞ്ച് എത്തിയെന്നാണ് അറിയുന്നത്. ഈ കേസിൽ തെളിവുകൾ ശേഖരിക്കുക എന്നത് ക്രൈംബ്രാഞ്ചിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളി ഉയർത്തുന്ന ഒരു പ്രതിസന്ധിയാണോ?
ജി കെ, നിലവിൽ 2 ക്രൈംബ്രാഞ്ച് ഉണ്ട്. ആലപ്പുഴ, കോട്ടയം ക്രൈംബ്രാഞ്ച് ഈ കേസ് അന്വേഷിക്കുന്നു. മറ്റ് അനുബന്ധ കേസുകൾ പോലീസും അന്വേഷിക്കുന്നുണ്ട്. പോലീസിനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ വെല്ലുവിളി സംബന്ധിച്ചുള്ള തെളിവ് ശേഖരണവും ഇപ്പോഴും ഈ കൊലപാതകം എപ്പോൾ നടന്നു, എങ്ങനെ നടന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ ഒരു വ്യക്തതയും പോലീസിന് ലഭിച്ചിട്ടില്ല. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം ഈ പരാതികളൊക്കെ തന്നെ ലഭിച്ചത് പോലീസിന് കാലതാമസം നേരിട്ടു എന്നുള്ള കാര്യമാണ്. ഒപ്പം തന്നെ ബിന്ദു പത്മനാഭന്റെ പരാതി ലഭിച്ചപ്പോൾ പോലീസ് അത് അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്ന പരാതി അല്ലെങ്കിൽ ആരോപണം ഒരു വശത്തുണ്ട്. മറ്റൊരു കാര്യം, ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ ലഭിച്ചതിൻ്റെ കാലതാമസവും ഇത്ര വർഷം കഴിഞ്ഞതിൻ്റെയും ഒപ്പം തന്നെ ഈ അന്വേഷണവുമായി ഒരു തരത്തിലും സെബാസ്റ്റ്യൻ സഹകരിക്കാത്തതും ഇയാളെ സംബന്ധിച്ച് നിലവിൽ ക്രൈംബ്രാഞ്ച് മനസ്സിലാക്കുന്നത് അയാൾ പൂർണ്ണമായും ആത്മവിശ്വാസത്തിലാണ്. ഒരു വാക്ക് പോലും അയാളുടെ ഭാഗത്തു നിന്നും ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട ഒരു വാക്ക് പോലും ലഭിച്ചിട്ടില്ല. ഇയാൾക്ക് ബിന്ദു പത്മനാഭനെ തന്നെ ബന്ധമുണ്ടായിരുന്നു, സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നപ്പോഴും ഇയാൾ എങ്ങനെ കൊലപാതകം നടത്തി, ഇവരുമായും ഈ മൊബൈൽ ടവർ ജയനമ്മ അവിടെ വീട്ടിലെത്തിയെന്ന് പറയുമ്പോഴും ഇയാൾ കൊലപാതകം നടത്തിയതിനെ സംബന്ധിച്ചുള്ള ഒരു തെളിവ് പോലും ലഭിച്ചിട്ടില്ല. ഒപ്പം തന്നെ DNA പരിശോധന ലഭിക്കാതെ തന്നെ ആരൊക്കെയാണ് കൊല ചെയ്യപ്പെട്ടത്, ആരുടെയൊക്കെ തന്നെ അസ്ഥികൂടവും തലയൊട്ടിയുടെ ഭാഗങ്ങൾ ഒപ്പം തന്നെ പല്ലിൻ്റെ ക്ലിപ്പ് തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങളൊക്കെ കിട്ടിയെന്ന് പറയുമ്പോൾ ഇത് ആരുടേതാണെന്ന ശാസ്ത്രീയ പരിശോധനാ ഫലം വരണം. ഇനി അന്വേഷണ സംഘത്തിൻ്റെ മുൻപിലുള്ള ആകെ പ്രതീക്ഷ ഈ 2 പേരെയും ഒന്നിച്ച്, ഭാര്യയും ഭർത്താവിനെ ഒന്നിച്ചിരുത്തി ചില സാങ്കേതിക വിദഗ്ധർ അല്ലെങ്കിൽ മനഃശാസ്ത്ര വിദഗ്ധരുടെ ഒപ്പം ഇരുത്തി ചോദ്യം ചെയ്യുമ്പോൾ കിട്ടുമോ, എന്തെങ്കിലും വിവരങ്ങൾ കിട്ടുമോ എന്നാണ് ആകെയുള്ള പ്രതീക്ഷ. നേരത്തെ തന്നെ നുണപരിശോധനയ്ക്ക് വേണ്ടി അന്വേഷണ സംഘം നീങ്ങിയിരുന്നു. പക്ഷേ ഇയാൾ കോടതിയിൽ അതിവിദഗ്ധനായി തനിക്ക് ഹൃദ്രോഗമുണ്ട്, ഹൃദയരോഗിയാണ്, അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിന്നും തന്നെ മാറ്റണമെന്ന് പറഞ്ഞ് കോടതിയിൽ നിന്നും നുണപരിശോധനയിൽ നിന്ന് അയാൾ രക്ഷപ്പെട്ടു. അതുകൊണ്ട് തന്നെ അന്വേഷണ സംഘത്തിന് ആകെയുള്ള ഒരു പോംവഴി ഇനി ഇരുവരെയും ഇരുത്തി ചോദ്യം ചെയ്യുമ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ കിട്ടുമെന്നുള്ള കാര്യം. ഏതായാലും ശാസ്ത്രീയ പരിശോധന ഫലങ്ങൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ്, അതോടൊപ്പം തന്നെ ശാസ്ത്രീയമായ രീതിയിലുള്ള ചോദ്യം ചെയ്യൽ, അതിലേക്ക് അന്വേഷണ സംഘം കടക്കുന്ന പ്രതീക്ഷയോടുകൂടി മറ്റന്നാൾ കസ്റ്റഡി കാലാവധി തീരുകയാണ്. ക്രൈംബ്രാഞ്ചിന്റെ തുടർ അന്വേഷണ പദ്ധതി എന്താണ് എന്നത് കുറെ കൂടി വ്യക്തമാകാനുണ്ട്. ക്രൈം സീനിൽ നിന്നാണ് ഞങ്ങളുടെ പ്രതിനിധികൾ ഈ വിവരങ്ങൾ നൽകിയത്. നമ്മളോടൊപ്പം ഫോറൻസിക് വിദഗ്ധൻ ഡോക്ടർ ഹിതേഷ് ശങ്കർ കൂടി ചേരും ഈ ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്തുമ്പോൾ. ഒപ്പം തന്നെ റിട്ടയർഡ് SP ശ്രീ ജോർജ് ജോസഫ് സാർ നമ്മളോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കാനുണ്ട്. ഒപ്പം മാനസികാരോഗ്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ റോയും ഈ ചർച്ചയിൽ തുടരും. ഇടവേളയ്ക്ക് ശേഷം വളരെ പെട്ടെന്ന് തിരികെ എത്താം. ചർച്ച തുടരുന്നു. ഫോറൻസിക് സർജൻ, മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് സർജൻ ഡോക്ടർ ഹിതേഷ് ശങ്കർ നമ്മളോടൊപ്പം ഉണ്ട്. ഡോക്ടർ ഹിതേഷ് ശങ്കർ സാർ, ഈ 10-40 എല്ലിൻ കഷ്ണങ്ങൾ, പിന്നെ ഒരു പല്ലിൻ്റെ ക്ലിപ്പ്, പിന്നെ കുളം വൃത്തിയാക്കിയപ്പോൾ അവിടെ നിന്ന് കിട്ടിയ ഒരു സ്ത്രീയുടെ വസ്ത്രത്തിൻ്റെ ഭാഗം, പിന്നെ ഒരു കൊന്ത, ഒരു ബാഗ്, ഇത്രയുമാണ് സത്യത്തിൽ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കാനുള്ളത്. ഫോറൻസിക്കിൻ്റെ റോൾ വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. കാരണം മറ്റ് തെളിവുകളൊക്കെ ഇനി ശേഖരിക്കുക പ്രയാസമാണ്. പോലീസിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ചിനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായിട്ടുള്ളത് ഫോറൻസിക് പരിശോധനയിലൂടെ പുറത്തേക്ക് വരുന്ന വിവരങ്ങളാണല്ലോ. ഇത് എത്രത്തോളം ഗുണകരമാകും അല്ലെങ്കിൽ എത്രത്തോളം ഫലം നൽകുന്നതായിരിക്കും ഇപ്പോൾ ലഭിച്ചിട്ടുള്ള ഈ തെളിവുകളും ഈ വസ്തുക്കളുമൊക്കെ? ഗോപികൃഷ്ണൻ, ഇത്തരം തെളിവ് എല്ലിൻ കഷ്ണം 40ഓളം എല്ലിൻ കഷ്ണങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ അത് എത്ര പേരുടെ എല്ലിൻ കഷ്ണങ്ങളാണ് എന്ന് പരിശോധിച്ച് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇത് തെളിവുകൾ കൂടുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓരോ എല്ലുകളും അതിന്റെ പ്രായം എത്രയാണ്, അത് ഏത് ശരീരഭാഗത്തു നിന്ന് വന്നതാണ് എല്ലുകൾ, ഇതെല്ലാം മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ അതിന്റെ ആ എല്ലിന് വല്ല ഇഞ്ചുറി ഉണ്ടായിട്ടുണ്ടോ, എന്തെങ്കിലും കൊലപാതകമാണെങ്കിൽ അതിന്റെ ഉപദ്രവിച്ച് കൊന്നതാണോ, നിരവധി കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരുവിധം മരണത്തിലേക്ക് നയിച്ച കാര്യങ്ങൾ മുഴുവനും നമുക്ക് 40 എല്ലിൻ കഷ്ണങ്ങളിൽ നിന്ന് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മാത്രമല്ല, എല്ല് 40ഓളം എല്ലുകൾ ഉണ്ടെങ്കിൽ ആ എല്ലുകളുടെ സ്ഥിതി എന്താണ് എന്നുള്ളിടത്തോളം കൂടി വ്യക്തമാക്കണം. എല്ലുകൾ ഏത് രീതിയിലാണ് ഡിസ്പോസ് ചെയ്തത്, മരിച്ചു കഴിഞ്ഞ് എല്ലിൽ നിന്ന് നമുക്ക് DNA കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പെട്ടെന്ന് ഡീകമ്പോസിഷൻ നടക്കാത്തൊരു ഒരു ശരീരത്തിന്റെ ഒരു പാർട്ടാണ് എല്ല് എന്ന് പറയുന്നത്. അതുകൊണ്ട് എല്ലിൽ നിന്നും വ്യക്തമായിട്ടും എത്ര ബോഡി ഡീകമ്പോസ്ഡ് ആയാലും എല്ലിൽ നിന്നും നമുക്ക് DNA കിട്ടും. DNA കിട്ടുമ്പോൾ ഐഡന്റിറ്റി എസ്റ്റാബ്ലിഷ്ഡ് ആവും. ഐഡന്റിറ്റി എസ്റ്റാബ്ലിഷ്ഡ് ആവുമ്പോൾ തന്നെ ഈ പറഞ്ഞ ഈ 4 പേരുടെ മൃതദേഹങ്ങളാണോ എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. മാത്രമല്ല, ആ എല്ലിന്റെ ഇത് ഒരു ഫോറൻസിക് ചലഞ്ച് ഉള്ള ഒരു സബ്ജക്റ്റ് ആണ് കേട്ടോ. അപ്പൊ ഓരോ എല്ലുകൾക്കും ഉള്ള എത്ര കാലം മുന്നാണ് എല്ല് അവിടെ കൊണ്ട് പ്രായം, എല്ലിന്റെ പ്രായം എത്രയാണ്,
ആ എല്ലിന് എന്തെങ്കിലും ക്ഷതം സംഭവിച്ചിട്ടുണ്ടോ തുടങ്ങി നിരവധി കാര്യങ്ങൾ DNA ഒപ്പം തന്നെ ഒരു ശാസ്ത്രീയ പരിശോധനയിലൂടെ, വ്യക്തമായ ഒരു ശാസ്ത്രീയ പരിശോധനയിലൂടെ അത് നടപ്പിലാക്കാൻ ഒരു ടീം വർക്കിന്റെ ഒരു ആവശ്യം ഇതിനുള്ളുണ്ട്. ഒപ്പം ഫോറൻസിക് സയന്റിസ്റ്റുകളുടെ ആവശ്യകതയുമുണ്ട്. ഇത് കൂടുതൽ തെളിവ് ശേഖരിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ പല്ലുകൾക്കും കുറേ കഥകൾ പറയാനുണ്ടാവും. ഈ പല്ലുകൾ ഐഡന്റിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പല്ലിനും ഈ ഡീകമ്പോസർ ബോഡിയിൽ, അതായത് കുറേ കാലം പക്ഷേ ഡോക്ടർ എനിക്കൊന്ന് കൃത്രിമ പല്ലുകളോ അതിൽ ഇടുന്ന കമ്പിയോ ആണ് കിട്ടിയിട്ടുള്ളതെന്ന് തോന്നുന്നു ഡോക്ടർ. അതുപോലെ ഈ പറമ്പിൽ ആദ്യം ഒരു 6 കഷ്ണം അസ്ഥി കണ്ടെത്തുന്നു, അതിനുശേഷം പിന്നെ ഒരു 50ഓളം മീറ്റർ മാറി വീണ്ടും അസ്ഥികൾ കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണ് കിട്ടിയത്. ഇപ്പൊ ഡോക്ടർ പറഞ്ഞ പോലെ ഇതെല്ലാം ഒരേ ആളുടെ തന്നെയാണോ? ഇതൊക്കെ എനിക്കൊന്ന് ഇതിൽ DNA പരിശോധനയിലൂടെ വ്യക്തമാകും അല്ലേ ഡോക്ടർ? അല്ല, DNA പരിശോധനയിലൂടെ കൂടുതൽ വ്യക്തമാകും. ഒരു ശാസ്ത്രീയമായ ഒരു ഫോറൻസിക് പരിശോധനയിലൂടെ തന്നെ ഇത് ഒരാളുടെ അല്ല എന്നും കൂടി മനസ്സിലാവുന്നത്. അതായത് എല്ല് പരിശോധിക്കുമ്പോൾ ഇപ്പൊ ഏത് എല്ല് കിട്ടി എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഇപ്പൊ തല മാത്രം, സ്കൾ ബോൺ മാത്രമാണ് കിട്ടിയതെങ്കിൽ ഏകദേശം ഒരു 92% നമുക്ക് പറയാൻ സാധിക്കും ഇത് ആരുടെ എല്ലാണെന്ന്. ഇത് മെയിലാണോ ഫീമെയിലാണോ, അതോ അതിന്റെ എന്തെങ്കിലും ക്ഷതം സംഭവിച്ചിട്ടുണ്ടോ, അതിന്റെ പ്രായം എത്രയാണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ലോങ് ബോൺ ആണെങ്കിലും നമുക്ക് ഒരുവിധം ഒരു 85%ഓളം നമുക്കതിന്റെ സെക്സ് ഡിറ്റർമിൻ ചെയ്യാൻ സാധിക്കും. ഒരു വ്യക്തമായൊരു ഫോറൻസിക് പരിശോധനയിലൂടെ തന്നെ ഇത് വിവിധ തരം ആളുകളുടെ, 1ൽ കൂടുതൽ ആളുകളുണ്ടോ, അതോ 2ൽ കൂടുതൽ ആളുകളുണ്ടോ, 3ൽ കൂടുതൽ ആളുകളുണ്ടോ എന്നൊക്കെ വ്യക്തമാക്കാൻ ഒരു ശക്തമായ ഒരു ഡോക്ടർ ഏത് രീതിയിലായിരിക്കും ഇവർ മരിച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ കൊലപാതകമാണെങ്കിൽ അത് കൊല എങ്ങനെ നടത്തി എന്നതും ഈ പരിശോധനകളിലൂടെ വ്യക്തമാകുമോ? വ്യക്തമായും. അതായത് എല്ലിന് ക്ഷതം സംഭവിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അത്തരം ഒരു മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള പോയ്സണിങ്, ഏതെങ്കിലും വിഷപദാർത്ഥം ഉള്ളിൽ ചെന്നിട്ടാണെങ്കിലും ഒരു പരിധി വരെ നമുക്ക് എല്ലിൽ നിന്നും അത് മനസ്സിലാക്കാൻ സാധിക്കും. ശരി, വളരെയധികം നന്ദി ഡോക്ടർ ഹിതേഷ് ശങ്കർ, താങ്കൾ ഈ വിവരങ്ങൾ ഞങ്ങളുമായി പങ്കുവെച്ചതിന്. മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് സർജൻ ഡോക്ടർ ഹിതേഷ് ശങ്കറാണ് നമ്മളുമായി സംസാരിച്ചു. ചെറിയ ഇടവേള, വളരെ പെട്ടെന്ന് തിരികെ എത്താം. ഇടവേളയ്ക്ക് ശേഷം എൻകൗണ്ടർ തുടരുന്നു. ബിന്ദു ആക്ഷൻ കൗൺസിലിലെ ശ്രീ രൂപേഷ് നമ്മളോടൊപ്പം. ശ്രീ രൂപേഷ്, ഈ നിങ്ങൾക്കുണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട പരാതി അന്ന് തന്നെ ഇത് കൃത്യമായി അന്വേഷിച്ചിരുന്നെങ്കിൽ പിന്നീടുള്ള തിരോധാനവും കൊലപാതകവും ഒന്നും ഉണ്ടാകില്ലായിരുന്നു എന്നാണല്ലോ. ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിൽ നിങ്ങൾ പൂർണ്ണ തൃപ്തരാണോ? ഇപ്പോൾ ഇതിൽ സംഭവിച്ചിരിക്കുന്നത് ഇതിൻ്റെ കാലപ്പഴക്കമാണ്. കാര്യം 2017 ബിന്ദു പത്മനാഭൻ്റെ പരാതി അന്വേഷണ സംഘത്തിന് കിട്ടുന്നു. പക്ഷേ ലോക്കൽ പോലീസ് ആദ്യഘട്ടത്തിൽ തന്നെ അത് അട്ടിമറിക്കുന്നു. പിന്നീട് ക്രൈംബ്രാഞ്ച് അത് ഏറ്റെടുത്തതിന് ശേഷമാണ് ചെറിയ പുരോഗതി ഉണ്ടായത്. പക്ഷേ ഇപ്പോൾ ഇന്നലെ നടത്തിയ സ്ഥല പരിശോധന, അതുകൂട്ട് തന്നെ ശാസ്ത്രീയമായ പരിശോധന ഒന്നും തന്നെ അന്ന് നടന്നിട്ടില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അന്ന് കിട്ടുമായിരുന്ന തെളിവുകളൊക്കെ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഈ പോലീസിൻ്റെ അടക്കം സഹായം ലഭിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഇതിൽ 90% തെളിവുകളും നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നതാണ് ഞങ്ങളുടെ ഒരു അറിയാനായിട്ട് സാധിച്ചിട്ടുള്ളത് ഞങ്ങൾക്ക്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഐഷയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട കേസ്, അതിലും സംഭവിച്ച എന്താണ്, ഈ ഐഷയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് റോസമ്മ പോലീസ് സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ അവിടെ സെബാസ്റ്റ്യൻ്റെ കൂടെ ആയിരിക്കണം, അല്ലെങ്കിൽ സെബാസ്റ്റ്യൻ്റെ കൈവശമായിരിക്കണം ഈ ഐഷയുടെ ഫോൺ. അതിൽ നിന്ന് കോള് റോസമ്മക്ക് വരുന്നുണ്ട്. അന്ന് കൃത്യമായി ടവർ ലൊക്കേഷൻ എടുത്ത് സെബാസ്റ്റ്യനെ ലൊക്കേറ്റ് ചെയ്യാനായിട്ട് അന്ന് ലോക്കൽ പോലീസ് ശ്രമിച്ചില്ല. പിന്നീട് ക്രൈംബ്രാഞ്ച് അത് ഏറ്റെടുക്കേണ്ട രീതിയിലേക്ക് പോയി. പിന്നീട് വന്നിരിക്കുന്നത് ജൈനമ്മയുടെ കേസിലാണ് ഇപ്പോൾ ഇത്രയും കാലത്തിന് ശേഷം ഒരു വലിയ മൂവ്മെൻ്റ് ഉണ്ടായിട്ടുള്ളത്. പക്ഷെ അപ്പോഴും ഈ ബിന്ദുവാണോ ജൈനമ്മയാണോ, നമ്മുടെ അവസാനം സിന്ധുവുമുണ്ട്, ഇത്രയും ആളുകൾ ഇതിൽ നിൽക്കുമ്പോൾ ഈ കിട്ടിയിരിക്കുന്ന മൃതദേഹ അവശിഷ്ടങ്ങൾ, അസ്ഥികഷ്ണങ്ങൾ, അത് ആരുടെയാണ് എന്നുള്ളത് നമ്മുടെ DNA പരിശോധനാ ഫലം വരണം. ഇവരിൽ നിന്നും അപ്പുറത്തേക്കൊരാളുടെ ആണെങ്കിൽ ഈ കേസിൻ്റെ അവസ്ഥ എന്താവും എന്നുള്ളതാണ് ഞങ്ങൾക്കൊരു ആശങ്ക. ഇതിൽ തുടക്കം മുതൽ ബിന്ദുവിൻ്റെ കേസ് മുതൽ ചോദ്യം ചെയ്ത് വിട്ടയച്ചിട്ടുള്ള ആളുകൾ, അത് സെബാസ്റ്റ്യൻ്റെ കൂട്ടാളികളുണ്ട്. കാര്യം സെബാസ്റ്റ്യൻ ഇതിൽ ഒറ്റക്കല്ല. ഞങ്ങൾ ആദ്യം തന്നെ പറയുന്നതാണ്, സെബാസ്റ്റ്യൻ ഇത് ഒറ്റക്കല്ല. സെബാസ്റ്റ്യൻ സ്ത്രീകളുമായി സൗഹൃദം സ്ഥാപിക്കുന്നു, അവരുടെ വസ്തുക്കൾ കൈക്കലാക്കുന്നു. പക്ഷേ അവിടുന്ന് വകവരുത്തുന്നതിലേക്കും മറ്റു കാര്യങ്ങളിലേക്കും ഒക്കെ കൂട്ടാളികളുണ്ട്. ഇത്തരത്തിൽ തട്ടിയെടുത്ത പണം പല കേന്ദ്രങ്ങളിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അതിലേക്കൊക്കെ ഈ അന്വേഷണം പോകണം. ഞങ്ങൾ ആദ്യം മുതൽ തന്നെ ഇതിനൊരു വിദഗ്ധമായ ഒരു ടീമിനെ നിയോഗിക്കണമെന്നും
ശാസ്ത്രീയമായ ഏതായാലും അന്വേഷണം ഇപ്പൊ അങ്ങനെ ഒരു വേണമെന്നും വിദഗ്ധ ഞങ്ങൾ സംഘം കാര്യങ്ങൾ ആവശ്യപ്പെടുന്നത്. അന്വേഷിക്കുകയാണല്ലോ. അടിമുടി ദുരൂഹത നിറഞ്ഞ ഒരു കേസായി മാറുകയാണ് ചേർത്തലയിലെ 4 തിരോധാന കേസുകളിന്മേൽ നടക്കുന്ന അന്വേഷണം. അതിൽ ആരൊക്കെ ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നാണ് ഇതിന്റെ ഈ കുറ്റകൃത്യത്തിൽ ഭാഗമായിട്ടുള്ളത് എന്ന കാര്യങ്ങളിൽ വ്യക്തത വരുത്താനുള്ള ഉത്തരവാദിത്വം ക്രൈംബ്രാഞ്ചിനും അന്വേഷണ സംഘത്തിനുമുണ്ട്. അവരെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയായി നിൽക്കുന്നത് ഈ കേസുകളുടെ കാലപ്പഴക്കമാണ്. അതേസമയം തന്നെ ശാസ്ത്രീയ പരിശോധനകളിലൂടെ ഏറ്റവും സുപ്രധാനമായ തെളിവുകൾ പുറത്തു കൊണ്ടുവന്ന് ഈ കേസ് തെളിയിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ നമുക്ക് ബാക്കി വയ്ക്കാം. അപ്പോൾ മാത്രമാണ് നമുക്ക് അറിയാൻ കഴിയുക ഈ തിരോധാന കേസുകൾക്ക് പിന്നിൽ ഇതിന് പിന്നിൽ മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ, അതിന് പിന്നിൽ ഒരാൾ മാത്രമാണോ പ്രവർത്തിച്ചിട്ടുള്ളത്, ആ ആൾ സെബാസ്റ്റ്യൻ എന്ന 68-കാരനാണോ? ഈ കാര്യങ്ങളൊക്കെ തെളിയിക്കപ്പെടേണ്ടതാണ്. അതിലേക്ക് ഈ അന്വേഷണം ചെന്നെത്തും എന്ന പ്രതീക്ഷയിൽ നമുക്ക് ഈ ചർച്ച പൂർത്തിയാക്കാം. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. എൻകൗണ്ടർ മറ്റൊരു വിഷയമായി നാളെ ഇതേ സമയം. ഗുഡ് നൈറ്റ്.